ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. നമ്മുടെ അൺഫ്രണ്ട്ലി കമ്പനി പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുകയായിരിക്കും, നമ്മൾ പല രീതിയിലുള്ള ടോപ്പിക്സ് കവർ ചെയ്യാറുണ്ട്. ജിയോ പൊളിറ്റിക്സ്, ഇലക്ട്രിക് വെഹിക്കിളിനെ പറ്റി സംസാരിക്കും, പല വിഷയങ്ങൾ സംസാരിക്കും. പക്ഷെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ വിചാരിച്ച ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, പൊതുവെ കേരളത്തിൽ ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പേടി സ്വപ്നം പോകും. എല്ലാവരും പറയും, ഭയങ്കര വേണ്ട, നീ കേരളത്തിൽ ചെയ്യണ പകരം ബാംഗ്ലൂർ പോയി തുടങ്ങും, അല്ലെ ഹൈദരാബാദ്, ചെന്നൈ, കോയമ്പത്തൂർ അവിടെ പോയി ചെയ്യും. പിന്നെ ചിലര് ഇന്ത്യയിൽ വളർന്നു കഴിഞ്ഞിട്ട് എല്ലാവരും എന്തിനും ഇവിടെ ചെയ്യുന്നത്, പുറത്തേക്ക് ചാടുക എന്നുള്ളത്, അതായിരിക്കും പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മള് ഒരു ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടൊരു ഫ്രണ്ട്, അദ്ദേഹം നാട്ടില് ബിസിനസ് തുടങ്ങി നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. സോ നമുക്ക് നേരിട്ട് പുള്ളിയിട്ട് സംസാരിച്ചു. പുള്ളിയുടെ എക്സ്പീരിയൻസ് എന്തുകൊണ്ട് കേരളത്തിൽ ചെയ്തു, എന്തൊക്കെയാണ് ചലഞ്ചസ് ഫേസ് ചെയ്യുന്നത്, പിന്നെ ഇതൊരു കൈൻഡ് ഓഫ് ഗൈഡ് ഫോർ അതേഴ്സ് ഓൾസോ. ഇത് എങ്ങനെയൊക്കെ ഒരു ബിസിനസ്സിൽ എങ്ങനെ ഓരോ ചലഞ്ചസ് വരുമ്പോൾ എങ്ങനെ അത് സോൾവ് ചെയ്യാം, എങ്ങനെ നമുക്കത് പല രീതിയിലുള്ള സെനാരിയോസ് വരുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഇതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് നമ്മുടെ ഫ്രണ്ട് ജക്രി അലി. വെൽക്കം. താങ്ക് യു. So just to give a brief, ജക്രി അലി സ്കൂളിംഗ് ഒക്കെ കുവൈറ്റിലാണ്, പിന്നെ കോളേജ്, ഡിഗ്രി പഠനം എല്ലാം നമ്മുടെ നാട്ടിൽ ചെയ്തു. അത് കഴിഞ്ഞ് കുവൈറ്റിലും ജോലി ചെയ്തു, അവിടെ ബിസിനസ് ചെയ്തു. ഇപ്പം കറക്റ്റ് നാട്ടിലാണ്. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കൊച്ചിയിൽ ഒരു FMCG ബിസിനസ്. പക്ഷെ പൊതുവെ ഉള്ള രീതിയിലുള്ള FMCG പോലെ അല്ല ഇവിടെ ബിസിനസ് കൂടുതലും ചെയ്യുന്നത്. കുറേ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഓർഗാനിക് റിലേറ്റഡ് പ്രോഡക്ട്സ്, വളരെ നിഷ് ആയിട്ടുള്ള സ്പെസിഫിക് പ്രോഡക്ട്സ് ആണ് കഴിയുന്നത്. അപ്പൊ നമുക്ക് ജക്രിയോട് തന്നെ ചോദിക്കാം, എന്തുകൊണ്ട് ഈ മേഖലയിലേക്ക് വന്നു, എന്തുകൊണ്ട് ഈ പ്രോഡക്ട്സ് ചൂസ് ചെയ്തു. സോ ജക്രിയ, ഷെയർ യുവർ എക്സ്പീരിയൻസ്. നാട്ടിൽ എന്തുകൊണ്ട് ബിസിനസ് തുടങ്ങി, അതൊന്ന് ഫസ്റ്റ് ഒന്ന് പറഞ്ഞു. അപ്പം ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. First of all, thank you for inviting me in this podcast. Yeah. Actually, I am really honored to be here because ഞാൻ നിങ്ങളുടെ നേരത്തെ പല പ്രോഗ്രാംസും കേട്ടിരുന്നു. നമ്മുടെ കുറെ ടാൻഡം ഫ്രണ്ട്സ് ഇതേപോലെ ചെയ്യുന്നതും നമുക്കും ഇതേപോലൊരു വേദിയിൽ ഒരവസരം കിട്ടുന്നത്, ഇറ്റ്സ് റിയലി എ വെരി ബിഗ് ഓണർ ആൻഡ് thanks for that. So coming to myself, let me just give a small description about myself, so that you understand how good I am to talk about it. ഞാൻ ബിസിനസ് ഫീൽഡിൽ 2006 വന്നത്. പ്രോബബ്ലി ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ മൈ മാരേജ്. ഐ തോട്ട് ദാറ്റ് എനിക്ക് അങ്ങനെ അത്ര ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ജോലികളൊന്നും കിട്ടുന്നില്ല. അപ്പം ഞാൻ ഒരു ബാക്കിയുള്ളവർക്ക് പണി കൊടുക്കാം എന്നുള്ളൊരു മൂഡിലാണ് ഒരു റിക്രൂട്ട്മെന്റ് കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഐ ഫീൽ ദാറ്റ് വാസ് എ വെരി ഗുഡ് ജോബ്. എനിക്ക് പറ്റിയൊരു പണിയാണ്. ഒരുപാട് പേരെ അത് നമ്മുടെ ഒരു പൊട്ടൻഷ്യലിൽ വരുന്നൊരു ജോബായിരുന്നു. ഒരുപാട് കമ്പനീസുമായിട്ട് വിസിറ്റ് ചെയ്ത് ഓർഡർ ഇതെടുത്ത് കണക്ട് ചെയ്യാം. ആൻഡ് ഇറ്റ് റിയലി വർക്ക് വെൽ ഫോർ മീ. കാര്യം നമുക്ക് പറ്റിയൊരു പണിയായിരുന്നു. പക്ഷെ 2009 ആയപ്പം ആ ഒരു റിസഷൻ ഒക്കെ വന്ന സമയത്താണ് എവിടേക്കോ കാര്യങ്ങൾ ഉദ്ദേശിച്ച ഒരു ഫ്ലോ പോകുന്നില്ല. ബിക്കോസ് ദ ടൈം വെൻ ഐ വാസ് എക്സ്പെക്ടിങ് എ ഗ്രോത്ത്, ഇറ്റ് വാസ് നോട്ട് ഹാപ്പനിങ്. അപ്പൊ എന്റെ പോയിന്റ് ഇതാണ്, ഞാനൊരു സർവീസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത ഒരാളാണ് ഇൻ ദിസ് ഹിയർ. And from here, that was the time when my brother called me, in Kuwait, that he's starting a contracting firm, a civil contracting firm. അപ്പോൾ അവിടെ ജോയിൻ ചെയ്തുകൊണ്ടെന്ന് ഞാൻ ആ സമയത്ത് പറഞ്ഞു, എനിക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി പറഞ്ഞു. കാര്യം ബിക്കോസ് ഇഫ് ഐ ക്യാൻ ഓവർകം ദിസ് റിസഷൻ, then there is no point in coming. So he supported me to come there immediately, and 1-2 കൊല്ലം നല്ല സ്ട്രഗിൾ ആയിരുന്നു. ബട്ട് ആഫ്റ്റർ ദാറ്റ് നല്ലൊരു കംഫർട്ട് സോണിൽ എത്താൻ കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ പോലെ അവിടെയും ഈ 13 ഇയേഴ്സിലെ വർക്കിൽ അവിടെയും ഒരു സർവീസ് ഇൻഡസ്ട്രിയിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്കങ്ങനെ പല കാരണങ്ങളാലും നമ്മൾ എപ്പോഴും ഡ്രീം ചെയ്യുന്നതാണ്, നമ്മൾ ഈ എന്തിനാണ് നമ്മുടെ നാട് വിട്ടുപോകുന്നത്. വി വോണ്ട് ടു മേക്ക് സം മണി ആൻഡ് വി വോണ്ട് ടു കം ബാക്ക്. അല്ല, ഇറ്റ്സ് നോട്ട് ദാറ്റ് വി വോണ്ട് ടു ലീവ് ദ കൺട്രി ആൻഡ് ഗോ. ദ ഹോൾ ഐഡിയ ഇസ് നമ്മൾ നാട് വിട്ടു പോകുന്നു, കുറച്ച് കാശുണ്ടാക്കുന്നു, തിരിച്ചു വിട്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പിന്നെ എന്താണെന്ന് അറിയില്ല. ഓക്കെ, ദാറ്റ്സ് ഹൗ. അപ്പോൾ
അതേപോലെ തന്നെ കുറച്ച് കാശ് ദൈവാനുഗ്രഹം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റി. ഇവിടെ വന്നു. അപ്പം ഇവിടെ ഓൾറെഡി എൻ്റെ ബ്രദർ ഹി അണ്ടർസ്റ്റുഡ് അവർ സെന്റിമെന്റ്സ് യുനോ. അപ്പൊ പുള്ളി ഒരു 2017 തന്നെ ഇവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. F2 അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഹാർഡ്വെയർ ഡിവിഷനാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഹാർഡ്വെയറിന്റെ കുറെ പ്രൊഡക്ട്സ് നമ്മൾ ഫ്രാഞ്ചൈസി എടുത്തിട്ട് ഇവിടെ ഉള്ള ജനറൽ ഹാർഡ്വെയർ ഷോപ്സിലൊക്കെ ആർക്കിടെക്ചറൽ ഹാർഡ്വെയർ കുറെ പ്രൊഡക്ട്സ് ഉണ്ട്, അത് നമ്മൾ എത്തിക്കാന്നുള്ള. അപ്പൊ അത് അത്യാവശ്യത്തിന് നല്ല രീതിയിൽ പോകുമ്പോഴാണ് 2021 ആയപ്പം കൊറോണ വന്ന് ഹാർഡ്വെയർ ഇൻഡസ്ട്രി ശരിക്കും എഫക്റ്റ് ആയി. അപ്പോഴാണ് ഞങ്ങൾ നോക്കിയപ്പം ഒരു കാര്യം മനസ്സിലാക്കിയത്, ഫുഡ് പ്രോഡക്ട്സിന് ഒരു ഡിമാൻഡ് ഉണ്ട്. എല്ലാം പൂട്ടിയിരിക്കുമ്പോഴും സൂപ്പർ മാർക്കറ്റ്സ് തുറന്നിരിക്കുകയാണ്. ഓക്കെ, എന്നാൽ നമുക്ക് FMCGയിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ FMCGയിൽ കഴിയിട്ട് FMCGയിൽ ഞങ്ങൾ സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ആണ്. ഒരുപാട് ബ്രാൻഡിന്റെ നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളത് ഇവിടെ കൊണ്ടുവരുന്നത്, നമുക്ക് വി ഹാവ് എ ചെയിൻ ഓഫ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, 150 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അക്രോസ് കേരള. അപ്പം ഒരു മാനുഫാക്ചറർ ഓഫ് നോർത്ത് ഇന്ത്യ ഓർ എൻ ഇമ്പോർട്ടർ ഇൻ നോർത്ത് ഇന്ത്യ, ഫോർ ദം ഇറ്റ്സ് ലൈക്ക് ദേ ഹാവ് നോ മാർക്കറ്റ് ഇൻ കേരള. അപ്പൊ അവർക്ക് ഒരു 1 പോയിന്റിൽ ഇട്ട് കൊടുത്താൽ മതി, ബാക്കി അവർക്ക് ടെൻഷനില്ല. സോ ഇറ്റ് കംസ് ഹിയർ ആൻഡ് വി ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് സെല്ലിംഗ് ഇറ്റ് അക്രോസ്. ഓക്കെ, അപ്പം എൻ്റെ മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇവിടെ നേരത്തെ വർക്ക് ചെയ്തതും സർവീസ് ഇൻഡസ്ട്രി, അവിടെ വർക്ക് ചെയ്തതും സർവീസ് ഇൻഡസ്ട്രി. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യുന്ന 2 ഡിവിഷൻ, ഈ ഹാർഡ്വെയർ ഡിവിഷൻ ആയാലും ശരിയാണ്, FMCG ഡിവിഷൻ ആയാലും ശരിയാണ്, രണ്ടും പ്രൊഡക്റ്റ് സെയിൽസ് ആണ്. അപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, നമുക്ക് ഒരു ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ നമുക്ക് നടത്താൻ പറ്റില്ല. Because probably if I would have done the same service industry here, it would have been probably the same. Or if I would have done the same product sales in Kuwait, it would have been same probably. അപ്പം എക്സാക്ട് കമ്പാരിസൺ നടത്താം. അപ്പൊ എന്തുകൊണ്ട് ഇവിടെ വന്നു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. നമ്മുടെ ഡ്രീം എപ്പോഴും നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാന്നുള്ളത് തന്നെയായിരുന്നു. ആൻഡ് 2017 അതിന്റെ ആദ്യത്തെ ഒരു കമ്പനി സെറ്റ് ചെയ്ത് 2022 ആയപ്പോഴാണ് ഞാൻ വന്നത്. So that I also wanted to just completely settle down here. I completely came back here, cancelled visa there. But my brother, he is still continuing in Kuwait because ഇവിടുത്തെ ആ ഒരു ഫ്ലക്ച്വേഷൻസ് ഉണ്ടല്ലോ, ups and downs are happening so much that ഒരു 100% ഒരു സ്റ്റെബിലിറ്റിയിലോട്ടാണ് നമ്മളിപ്പം പതുക്കെ അതിലോട്ട് വരികയാണ്. ബട്ട് the earlier the stability, he also wanted to completely settle here. Everybody are getting aged. എനിക്കധികം ഏജ് ഒന്നും ആയില്ല, നരച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. Okay, fine. അപ്പം so that's the main reason I came here. And regarding the challenges, right? Yeah. So പൊതുവെ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് അപ്പം കേരളത്തിൽ ചെയ്യുന്ന വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ ചാലഞ്ചസിന്റെ മുകളിൽ ചാലഞ്ചസ് ആണ്. കാര്യം ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പം നമ്മളെ ഒരു സാധാരണ ഒരു ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റ് പോലത്തെ ഒരു ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റ് അല്ല. കാര്യം FMCGയുടെ പറയുകയാണെങ്കിൽ നമ്മൾ സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ആണ്. നമ്മളെല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും സാധനം എത്തിച്ചിരുന്നത് എറണാകുളത്ത് നമ്മൾ നേരിട്ട് കടകളിൽ കൊടുക്കുക. അപ്പം ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം, നമുക്കൊരു ഒരുപാട് സ്റ്റാഫുണ്ട്. 10-25 സ്റ്റാഫ്, 30 പേരോളം നമുക്ക് സ്റ്റാഫായിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ സ്റ്റാഫ് വേണോ, നമ്മൾ കുറച്ചുകൂടി ഒരു കോർപ്പറേറ്റ് ലെവലാണ് ചെയ്യാൻ ഉദ്ദേശിച്ചതും. അപ്പൊ അത് എത്രത്തോളം നമുക്ക് കുറെയൊക്കെ ബാക്ക് ഫയർ ചെയ്ത് ഇത്രയൊക്കെ സ്റ്റാഫ് വേണോ എന്നാ. ബട്ട് അവർ വിഷൻ ആൻഡ് ദിസ് തിങ് വാസ് ടോട്ടലി ഡിഫറെന്റ്. വി വാണ്ടഡ് ടു reach it in a different way. Yeah, challenges, one of the main challenge which I faced here is labor. The shortage of labor എന്നുള്ളതാണ് ഏറ്റവും വലിയ, getting proper staff, അല്ലെങ്കിൽ getting the right people for the right job, getting sincere workers. അതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. കാര്യം ഞാനിവിടെ ഇപ്പം മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ട്രിവാൻഡ്രം ഭാഗത്തൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ആൾക്കാരും ഗവൺമെന്റ് ജോബ് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പം ഇനിയിപ്പോൾ പ്രൈവറ്റ് സെക്ടർ ജോബ് ചെയ്യുകയാണെങ്കിൽ തന്നെ ആൾക്കാർ ഒരു 1-2 കൊല്ലം പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യും. എന്നിട്ട് അവര് they have a tendency to go to other country. കാര്യം ഇവിടെ ഇപ്പം ആസ് എൻ എംപ്ലോയി നമ്മൾ എത്രയൊക്കെ ഇരുന്ന് തകർത്താലും ഇവൻച്വലി വാട്ട് യു മേക്ക് ഇസ് ഇവൻച്വലി ഇറ്റ്സ് നത്തിങ്. ആക്ച്വലി ഇറ്റ്സ് പീനട്സ്. നമ്മളിപ്പം നമുക്ക് തന്നെ ഇപ്പം ഒരു എംപ്ലോയിക്ക് ഇപ്പം നമ്മുടെയൊക്കെ സെക്ടറിൽ ഒരു 15,000-20,000 rupees ആണ് ഒരു നോർമലി ഒരു അക്കൗണ്ട്സിലെയും അല്ലെങ്കിൽ അഡ്മിനിലൊക്കെ ഒരു ജോബ്.
അതും ഒരു ട്രെയിനിൽ നിന്ന് കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് അഗൈൻ റെഡ്യൂസസ് യുനോ. അപ്പം സെയിൽസിലാണ് നമ്മൾ പിന്നെയും 30,000 അങ്ങനെയൊക്കെ കൂടുതൽ കൊടുക്കണമെന്നൊക്കെ ഉള്ളത്. അതാ, because other profiles there is no provision to give more salary also. We would love to give, but അതിനുള്ള ഇൻകം എല്ലാം ഒരു ചാലഞ്ച് ആണല്ലോ. അപ്പം ഈ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ 1-2 കൊല്ലം കഴിഞ്ഞാൽ they wanted to go. പണ്ട് ആൾക്കാരെല്ലാം കൂടുതൽ ഗൾഫ് കൺട്രീസിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് നമ്മളെ പോലെ. ഇപ്പൊ ആൾക്കാര് ഗൾഫിൽ പോയാൽ അവന്മാര് തിരിച്ചെങ്കിലും വരും. മറ്റേ ഇപ്പം നമുക്ക് കുറെ ഫ്രണ്ട്സും ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ പോയതാണ്. പിന്നെ അപ്പം വേറെ പല രാജ്യങ്ങളിലും ഇപ്പൊ പോകുന്നുണ്ട്. ആൻഡ് യെസ്, ഇനീഷ്യലി ഐ വാസ് ഓൾസോ എ വെരി ബിഗ് ക്രിട്ടിക് ഓഫ് ദീസ് തിങ്സ്. എന്തിനാണ്, but the way things are going here in Indian scenario, it's still understandable. Okay, അപ്പം it is, people are leaving because living in India is becoming more and more tougher. അപ്പം പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളൊക്കെ ബികോമിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്ത് നമ്മള് വെനസ്ഡേ ആവാൻ വേണ്ടി കാത്തിരിക്കും, ആ ഓപ്പർച്യൂണിറ്റീസ് കോളം നോക്കാൻ വേണ്ടി. ഹിന്ദുവിലും മലയാള മനോരമയിലൊക്കെ അതൊരു വലിയൊരു ഹരമായിരുന്നു അത് വായിക്കാന്നുള്ളത്. നമുക്ക് ഇത്ര വലിയൊരു ബൾക്കി പേജ് ആണെന്ന് അറിയാം. നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, ഒരു 10-20 പേജ് ഉണ്ടാവും നോക്കാൻ വേണ്ടി. ഇതെല്ലാം നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ റിയലൈസ് ചെയ്യുന്നുണ്ടോ നമുക്ക് പറ്റിയതൊന്നുമില്ല. പക്ഷെ അതായിരുന്നു, ദാറ്റ് വാസ് ദ ഓപ്പർച്യൂണിറ്റി വിച്ച് വാസ് സീൻ ഇൻ ഫ്രണ്ട് ഓഫ് അസ്. ഞാൻ പിന്നീട് 2006 ഞാൻ ഇതേപോലെ ഒരു റിക്രൂട്ട്മെന്റ് കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഞാനും അതിശയിച്ചു പോയി. ആ ടൈമൊക്കെ ആയപ്പം number of pages is reduced to 4 or 6 pages. I don't know why. Today I don't even see. ഞാനിപ്പോ കുവൈറ്റിൽ പോയി കഴിഞ്ഞാൽ വന്നിട്ട് ഇപ്പൊ ഞാൻ കാണുന്ന ഒരു സീൻ എന്താണെന്ന് വെച്ചാൽ I don't see any opportunity column in the newspaper. ഉണ്ടെങ്കിൽ തന്നെ ഒരുമാതിരി ചെറിയ അഡ്വർടൈസ്മെന്റ്, അങ്ങനത്തെ ഒരു ചെറിയ കോളം അഡ്വർടൈസ്മെന്റ് വിച്ച് ഇസ് ലൈക്ക് അങ്ങനെ ഒരു മീഡിയം. ഇതിന് തന്നെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. Yeah, where has it gone? I don't know. അല്ല, ഇപ്പൊ എല്ലാം ഓൺലൈൻ ആയി. നമ്മുടെ ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ഇൻഡീഡ് പോലത്തെ കുറച്ച് ഇതുണ്ടല്ലോ, ദാറ്റ് ഈസ് റിയലി ഗിവിംഗ് സം റെസ്പോൺസസ്. പണ്ടത്തെ ഈ Naukri.com ഒക്കെ പോലും കിട്ടാത്ത ബെറ്റർ റെസ്പോൺസ് വി ആർ ഗെറ്റിംഗ് ഫ്രം ഇൻഡീഡ്, സർപ്രൈസിംഗ്ലി. നമ്മൾ മെയിൻലി റിലേ ചെയ്യുന്നത് ലിങ്ക്ഡിൻ ആണ്. ലിങ്ക്ഡിനിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയി അവിടെ അപ്ലൈ ചെയ്ത് അങ്ങനെ. LinkedIn is very good platform, no doubt. LinkedIn is a ultimate business platform. There is nothing like that. ഞങ്ങൾക്കൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയിൽ എന്റെ ബ്രദർ ഭയങ്കര ആക്റ്റീവാണ് ലിങ്ക്ഡിനിൽ. എനിക്കൊന്ന് വിനോദം ചിലപ്പോൾ ഫ്രണ്ട് ആയിട്ടുണ്ടാവും. അപ്പം ഞങ്ങൾക്ക് വെറുതെ ഓഫീസിന്റെ അകത്ത് ഇരുന്നിട്ടാണ് പുള്ളി കുറെ ബ്രാൻഡ് ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. By just sitting in the office and clicking button. നമ്മൾ എപ്പോഴും ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുക. And you're getting quick companies. A lot of people are watching you. That's how it works. Because we have to always grind. Isn't that the main concept of you have to grind your way through. Nothing. There are no shortcuts. You have to grind, keep on posting until ഈ algorithm കേറി. ഇത് everything is about algorithm. Correct. YouTube, LinkedIn എന്താണെങ്കിലും നമ്മൾ എത്ര സാധനങ്ങൾ റെലവന്റ് ആയിട്ട് ഇടുന്നു അത് അപ്പോഴെപ്പോഴും കയറി ആളുകളുടെ ഐസിൽ വന്ന് ഐബോൾസ് കിട്ടുക എന്നുള്ളത്. ബട്ട് സക്രി പറഞ്ഞ ആ ഒരു വാലിഡ് പോയിന്റ് ആണ്. അതായത് ഈ എംപ്ലോയബിൾ റിസോഴ്സിനെ കിട്ടുക എന്നുള്ളത് വിത്ത് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ആ ലെവലുള്ള ജോബ്സിനൊക്കെ ദേ വിൽ വർക്ക് ഫോർ 1 or 2 years ആഫ്റ്റർ ദേ മൂവ് ഔട്ട്. നോർമലി ഫ്രഷേഴ്സിനെ വെച്ചാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിയുമ്പോൾ ദേ വിൽ മൂവ് ഔട്ട്. ഫ്രഷേഴ്സ് ഭയങ്കര പ്രശ്നമുണ്ട്. ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇപ്പം നമ്മളിപ്പം FMCG-യിലൊക്കെ അക്കൗണ്ടന്റിനൊക്കെ എടുക്കാന്ന് പറയുമ്പോൾ they have to be very good in accounts. It's not a game, കാരണം എന്താ വെച്ചാൽ നമ്മൾ ബില്ലടിക്കുന്നതൊക്കെ പണ്ടൊക്കെ ഓക്കെ കുഴപ്പമില്ല. ഇന്നിപ്പോ ഈ GST മറ്റേതൊക്കെ ഉള്ള കാലഘട്ടത്തെ ഇപ്പൊ തന്നെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. റീസെന്റ് ഒരാള് ബില്ലടിച്ചു, അയാൾക്ക് അത്യാവശ്യത്തിന് ബിൽഡിംഗ് നോളജ് ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല, 50,000 rupees അപ്പൊ ഇവേ ബില്ല് എടുക്കണമെന്നൊക്കെയാണല്ലോ റൂള്. ബില്ലടിച്ചു, ഇവേ ബില്ല് അടിക്കാൻ മറന്നുപോയി. ആ കൊറിയർ കമ്പനിക്കാർ അവരെടുക്കാൻ പാടില്ലായിരുന്നു, അവന്മാരെടുത്തോണ്ട് കൊണ്ടുപോയി. വഴിയിൽ വെച്ച് GST പിടിച്ച് വളരെ നീറ്റായിട്ട് ഒരു ഫൈൻ കയറി വന്നു, 20,000 രൂപ ഫൈൻ. രാത്രി 11 മണിക്ക് എനിക്ക് ഫോൺ വരുന്നതിന്റെ ഫൈൻ ഉണ്ട്. ഹൂ ഇസ് ടു ബി ബ്ലെയിംഡ്?
ആ 15,000 രൂപ ശമ്പളം കിട്ടുന്ന ആ അക്കൗണ്ടന്റിനോട് എനിക്ക് പറയാൻ പറ്റും 20,000 രൂപ നീ തരണമെന്ന്. പക്ഷെ ഞാൻ അവനോട് പറഞ്ഞു യു ഹാവ് ടു പേ ഫോർ ഇറ്റ്. You have to pay a good portion of it because this is absolutely not acceptable. അപ്പൊ അവന്റെ ഒരു അത്യാവശ്യത്തിന് ഓണർ ഉള്ള ഒരാളാണ്. അവൻ പറഞ്ഞു നോ പ്രോബ്ലം സർ, ഐ വിൽ പേ ഫോർ ഇറ്റ്. അടുത്ത വേർഡ് എന്താണ് അവന്റെ? ഐ എം ക്വിറ്റിംഗ് സർ. പിന്നെ അവൻ ഓഫീസിലേക്ക് വന്നിട്ടില്ല. വാട്ട് ഹാപ്പൻ ഒരു അക്കൗണ്ടന്റ് ഇങ്ങനെ സഡൻലി വിട്ടു പോകുന്നു, ഓഫീസിലേക്ക് പിന്നെ വരാതിരുന്നു കഴിഞ്ഞാൽ അഗൈൻ അവൻ ഓക്കെ, അവന് പോവാതിരിക്കുന്നത്, പക്ഷെ ഹി ഷുഡ് ഹാൻഡ് ഓവർ പ്രോപ്പർലി. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരാളെ കിട്ടിയിട്ടും കാര്യമില്ല. കിട്ടുമ്പോൾ നമുക്ക് കറക്റ്റ് എക്സ്പീരിയൻസ് ഉള്ള ആളെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് കൂടുതൽ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇൻഡസ്ട്രിയില് ഈ ലേബർ യൂണിയന്റെ ഒരു പ്രോബ്ലമാണ്. അതൊരു മേജർ പ്രോബ്ലം അല്ലെങ്കിലും അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ മേജർ പ്രോബ്ലമാണ്. തന്നെ നമ്മൾ അൺലോഡിങ് നമ്മള് ഗോഡൌൺ എളമക്കരയിലായിരുന്നു, നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. മാടവന എന്ന് പറഞ്ഞ സ്ഥലത്ത്, പനങ്ങാട്, നിയർ ടു ലേക്ചർ ഹോസ്പിറ്റൽ. അപ്പൊ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് വന്നപ്പം ആദ്യം നമ്മള് യൂണിയൻകാരോട് പറഞ്ഞപ്പോ അവര് കുഴപ്പമില്ല, നിങ്ങളൊന്നും പറയണ്ട, എല്ലാം ഞാൻ ശരിയാക്കി തരാം. അപ്പം നമുക്കും ഒരു ധാരണയുണ്ട് ഇതിനെ പറ്റി. അപ്പം അതായത് നമ്മള് ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ, ആ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതിന് മുമ്പേ ആ ലേബർ യൂണിയൻ ഓഫീസിൽ പോയിട്ട് നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ക്ലിയർ ആയിട്ട് നമുക്ക് ഇൻ റൈറ്റിംഗ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് കൻ ചേഞ്ച്. ഒരിക്കൽ ദേ ഗിവ് യു എ റോങ് അല്ലെങ്കിൽ ഹൈ പ്രൈസ്ഡ് കോൺട്രാക്ട്, ദെൻ ദേ വിൽ നോട്ട് ചേഞ്ച് ഇറ്റ് അറ്റ് എനി കോസ്റ്റ്. നമ്മൾ പിന്നെ ആ സ്ഥലത്ത് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ പെട്ടുപോകും. ഇതൊക്കെയാണ് ഇവിടുത്തെ കോമഡികൾ. അപ്പൊ നമ്മൾ അങ്ങനെ പോയി എന്താണ് നിങ്ങളുടെ റേറ്റ് എന്ന് പറയുമ്പോൾ അവർ ഒറ്റയടിക്ക് പറയില്ല. നമുക്കെന്നാ ഒരു ഹറി ഉണ്ടാവും, വി നീഡ് ടു ഇമ്മീഡിയറ്റ്ലി ഷിഫ്റ്റ്. എന്നാൽ അവർക്കൊരു തിരക്കുമില്ല. അത് കുഴപ്പമില്ല മോനെ, സാധനം വരട്ടെ, നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് നമുക്ക് അറിയില്ലല്ലോ. എന്താണ് സാറേ അറിയാനിരിക്കുന്നത്? ഞങ്ങളുടെ FMCG ഫുഡ് പ്രൊഡക്ട്സ് ആണ്. ഞങ്ങളുടെ കയ്യില് കോംപ്ലാൻ ഉണ്ടാവും, ഹോർലിക്സ് ഉണ്ടാവും, റൂഹബ്സ ഉണ്ടാവും, പീനട്ട് ബട്ടർ ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കാണാമല്ലോ, നിങ്ങൾക്ക് കുറച്ച് വെയിറ്റ് കുറച്ചുള്ള പ്രൊഡക്ട്സ് ഉണ്ട്, വെയിറ്റ് കൂടുതലുള്ള പ്രൊഡക്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ഇറങ്ങുമ്പോൾ കാർട്ടൺ ക്വാണ്ടിറ്റി ആയിരിക്കും. നമുക്ക് സാധാരണ കിട്ടുന്ന 0 to 10 കിലോ ഇത്ര റേറ്റ്, 10 to 20 കിലോ ഇത്ര റേറ്റ്. അപ്പൊ നിങ്ങൾ ആ രീതിയിലൊരു കോട്ടുതാ. അല്ല, നമുക്ക് എന്നാലും അറിയില്ലല്ലോ. എന്നാ ശരി സാറേ, അറിയിക്കാന്ന് പറഞ്ഞ് ലാസ്റ്റ് അവനെ ഗോഡൌണിലേക്ക് കൊണ്ട് കാണിക്കണം. അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിവേ, ഞാൻ അധികം ഇതിന് കാണുന്നത് യൂണിയൻ പറയുമ്പോഴത്തേക്ക് അത് പല പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ അല്ലേ? അതെ, പല പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്. INTUC is a party, another CITU is another opposite party. ഇപ്പൊ നമ്മൾ CITUയുടെ ഒരു റേറ്റ് കൊണ്ടായിരിക്കും പോകുന്നത്, ഞങ്ങൾക്ക് ഈ റേറ്റിലാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് നമ്മുടെ നെഗോഷിയേഷൻ നടക്കുന്നത്. അപ്പൊ അവര് പറയുമ്പോ ഇതൊക്കെ പഴയ റേറ്റ് അല്ലേ, ഇപ്പൊ എല്ലാം റേറ്റ് മാറി. They are just playing it like that, അപ്പൊ ഇതിപ്പം ഇതിനേക്കാളും ഒരു 30% ഹൈക്ക് ഉണ്ട്. നിങ്ങൾ 2 കൊല്ലം മുമ്പേ അല്ലേ ഇതെടുത്ത കോൺട്രാക്ട്. ഇപ്പൊ നിങ്ങൾ CITUയിൽ തന്നെ പോയി ചോദിച്ചു നോക്കുന്നുള്ളൂ ലാസ്റ്റ്. അപ്പൊ നമ്മൾ ഓരോ യൂണിയൻകാരായിട്ട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യണം. അല്ല ഇപ്പം നമ്മുടെ ഏരിയയിൽ ഇപ്പം INTUC ആണ്. ഇപ്പം ദേ ആർ ദ ഓൺലി പീപ്പിൾ ഹു വിൽ. അങ്ങനെ ഒരു ഗുണമുണ്ട്, 2 യൂണിയൻകാർ തമ്മിൽ നമ്മുടെ അടുത്ത് വന്ന് തല്ല് പിടിക്കില്ല. ഏരിയ ഇസ് അലോക്കേറ്റ്. അങ്ങനെ ഒരു നല്ലൊരു കാര്യമുണ്ട്. അപ്പം വാട്ട് യു സേയിങ് ഈസ് ഒരു സ്റ്റാൻഡർഡൈസ് സിസ്റ്റം ഇല്ല. സ്റ്റാൻഡർഡൈസ് സിസ്റ്റം ഇല്ല. കാര്യം നമ്മള് അവിടെ തൊട്ടടുത്ത് വേറെ വലിയൊരു പ്ലെയർ ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. അപ്പൊ ആ പാർട്ടിയോട് നമ്മൾ ചോദിച്ചപ്പോ അയാൾ ഒരു റേറ്റ് തന്നു. ഇവിടെ പോയപ്പോ ഇവര് ഭയങ്കര റേറ്റാ പറഞ്ഞത്. ഞാൻ വേറൊരു സ്ഥലത്ത് ഷിഫ്റ്റ് ചെയ്ത കാര്യമാണ് പറയുന്നത്. അപ്പം അല്ല സാറേ, അത് കുറെ വർഷങ്ങൾ കൊണ്ടുള്ള പാർട്ടിയല്ല. നിങ്ങൾ സാധാരണ നേരെ തിരിച്ചാണ്. ഒരാള് the more you go, it only increases, it never reduces. പക്ഷെ there are some people it's like that only, the more you go, the more they have bargaining power, the more they give work, അപ്പൊ അങ്ങനെയും ഉണ്ട്. അപ്പം ഈ യൂണിയൻകാരടുത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. ദേ ആർ ആക്ച്വലി നമുക്ക് ആവശ്യമുള്ളൊരു കൂട്ടരാണ് ഈ യൂണിയൻകാര്. അവർ നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്തെല്ലാം വലിയ പ്രോബ്ലം ഇല്ല. പിന്നെ വേറൊന്നുമല്ല, നമ്മളിത് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ആൾക്കാർ ലേബറിന്റെ കുറവുണ്ടായിട്ടല്ല, പക്ഷെ വി ഹാവ് ടു ഗോ ത്രൂ ദം. എന്തിനാണ് അവരെന്താ ചെയ്യുന്നത്? വണ്ടിയിൽ വരുന്ന സാധനം വണ്ടിയിൽ നിന്ന് എടുത്ത് താഴെ വെക്കുക, അത്രേ ഉള്ളൂ. ഞാൻ നോട്ട് ടു കീപ് ഇറ്റ് ഇൻ ദ ഷെൽഫ്. ആ ഷെൽഫിൽ വെച്ചാൽ നമുക്ക് ഓക്കെ, ആ വന്ന പണി തീർന്നു എന്ന് പറയാം. ഇതല്ല, ഇത് അവര് വണ്ടിയിൽ നിന്ന് എടുത്ത് താഴെ വെക്കും. അതൊരു വലിയ ചാലഞ്ചാണ്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ നമുക്കായിട്ട് ഇറക്കാൻ പറ്റുമോ?
നമുക്ക് ഇറക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് നമുക്ക് ഒരു കോർട്ട് നോട്ടീസ് വേണം. ഒരു കോടതിയിൽ നിന്ന് ഒരു നോട്ടീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഓക്കെ നിങ്ങൾ ആരും ഇവിടെ അലൗഡ് അല്ല, ഇത് നമ്മൾക്ക് ഡയറക്ട്ലി കോർട്ട് ഇതുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇവരൊന്നും നമ്മൾ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് വേറൊരു പോസിബിൾ ഇഷ്യൂ. വേറെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ. പിന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ഇവരൊക്കെ നമ്മൾ വെറുപ്പിച്ചിട്ട് കാര്യമില്ല. നമ്മൾ we should understand these are all part of the cause and we have to go with them. എന്നാലേ കാര്യങ്ങൾ നടക്കൂ. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ പിന്നെ ചിലപ്പോഴൊക്കെ നമ്മൾ ഇവരുടെ പേയ്മെന്റ് കുറച്ച് ഡിലേ ആക്കാൻ നോക്കി കഴിഞ്ഞാൽ എന്നാ ശരി, ഇനി നാളെ മുതൽ നിങ്ങളൊന്നും ഇറക്കണ്ട, നിങ്ങളും ഇറക്കില്ല ഞാനും ഇറക്കില്ല, ഇങ്ങനെയൊക്കെയാണ് ഇവര് വർത്താനം പറയുന്നത്. അവനാണ് ഡിസൈഡ് ചെയ്യേണ്ടത്, ഞാൻ ചെയ്യണം. അപ്പൊ അവരെ പിണക്കാനും പറ്റില്ല. ഓക്കെ സാർ, ഞാൻ നാളെ തന്നെ തന്നേക്കാം, നീ പ്രശ്നമൊന്നുമില്ല. അത് പോയിന്റ് ആണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ NRIs ഒക്കെ ഞാനൊക്കെ ഏറ്റവും അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാല്, നമ്മൾ പണ്ട് ബികോമിൽ കൊമേഴ്ഷ്യൽ ലോയിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ഇഗ്നോറൻസ് ഓഫ് ലോ ഇസ് നോട്ട് എൻ എക്സ്ക്യൂസ്. ഇവിടുത്തെ ലോ കുറെ കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ ലോ എത്ര സ്ട്രോങ് ആണെന്നുള്ളത് നമുക്കൊരു പ്രശ്നമായിട്ട് പോയാലേ ലോ ഇസ് നോട്ട് സ്ട്രോങ്. പക്ഷെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ അവരുടെ GST കാര്യങ്ങളും എന്താ പറയുന്നത് FSSI റൂൾസും HR റൂൾസും ലേബർ ലോസും ഇതെല്ലാം അവരുടെ ഭാഗത്തുനിന്ന് ഭയങ്കര സ്ട്രോങ് ആണ്. സ്ട്രിക്റ്റ് കംപ്ലയൻസ് നടന്നില്ല എന്നുണ്ടെങ്കിൽ നിസ്സാര ഫൈൻ ഒന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 20,000 rupees ഫൈൻ 50,000 60,000 ഒരു ബില്ലിന്റെ അഗേൻസ്റ്റ് ജസ്റ്റ് കേം ഔട്ട് ലൈക്ക് ദാറ്റ്, യു നോ, ഫൈൻ. ആൻഡ് എങ്ങനെ നോക്കിയിട്ട് അത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മള് വാട്ട് ഈസ് ദ മിസ്റ്റേക്ക് വി ഡിഡ്. നമ്മളൊരു ബില്ലിനെ ഇവേ ബില്ലാക്കിയില്ല എന്നുള്ള ഒറ്റ ഫോൾട്ടേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്, ബട്ട് ഇറ്റ് is not a big thing also, yaar. Come on. I know. 20,000 for a 50,000 rupees bill like that, and try to some kind of leniency വേണം അല്ലേ? അപ്പം നമ്മള് ഈ ഗവൺമെന്റ് റൂൾസ് ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് കംപ്ലൈന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഇൻഡസ്ട്രിയിലൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഒരു തവണ പണി കിട്ടിക്കഴിഞ്ഞാൽ അവര് ചാർജ് ചെയ്യുന്ന ഫൈൻ നിസ്സാര ഫൈൻ ഒന്നും അല്ല, ഇറ്റ്സ് റിയലി ഹ്യൂജ്. പിന്നെ ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന അറിയില്ല, ലീഗൽ മെട്രിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇവിടെ. ദേ ആർ വെരി സ്ട്രോങ് നൗ. അതായത് അറിയാമോ എന്താണ്? അതായത് ഈ ബ്രാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരാണ് അവര്. അവരിപ്പോ കേരളത്തിൽ ഭയങ്കര സ്ട്രോങ് ആണ്. നോർത്ത് ഇന്ത്യയിൽ ഇത്രത്തോളം സ്ട്രോങ് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ മാനുഫാക്ചറേഴ്സ് ഒക്കെ എങ്ങനെ ലേബിളിംഗ് ചെയ്യണം, സെൻട്രൽ ഗവൺമെന്റ് ആണെന്ന് തോന്നുന്നു. അതെ അതെ, എന്തായാലും ഗവൺമെന്റിന്റെ ആണ്. അപ്പം ലേബിളിംഗ്, ഹൗ ദ ലേബിളിംഗ് ഷുഡ് ബി, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഡിസ്കഷൻ ഇവിടെ. അതായത് ലേബിളിൽ MRP സ്റ്റിക്കർ ഉണ്ടാവണം, MRP സ്റ്റിക്കർ ഇവിടെ ഉണ്ടാവണം, അതിൻ്റെ അകത്ത് ഓരോ എത്ര ഗ്രാം ഉണ്ടോ ഇതെല്ലാം ഉണ്ടാവേണ്ടത് തന്നെയാണ്. പക്ഷെ അവര് കുറച്ചുകൂടെ എക്സ്ട്രാ പുതിയ റൂൾസ് ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്നു. അതിൻ്റെ അകത്ത് ഗ്രാമേജിന്റെ 1 ഗ്രാമിന് ഇത്ര രൂപ എന്നൊക്കെ ഉള്ളത് മെൻഷൻ ചെയ്യണം. പാക്കേജിലെല്ലാം പെർ ഗ്രാം ആണ് പ്രൈസിംഗ് ഇടുന്നത്. പെർ ഗ്രാമിന്റെ പ്രൈസിംഗ് ഉണ്ടാവണം. അപ്പൊ പല നോർത്ത് ഇന്ത്യൻ കമ്പനീസിനും അത് അറിയില്ല. നമ്മളത് ഇവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കുഴപ്പമില്ല, അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. അതിന്റെ ലോജിക് എന്തുവാണ് അത് എനിക്ക് മനസ്സിലായിട്ടില്ല. പെർ ഗ്രാം ഇത്ര റുപ്പീസ് അല്ലെങ്കിൽ ഇത്രയും പൈസ പെർ ഗ്രാം ഞാൻ കുറച്ചു നാളായിട്ട് ഞാൻ കാണുന്നത്. അതിന്റെ ലോജിക് എന്താ അറിയാം? അല്ല, ഇത് ലോജിക് എന്താണ് നമുക്കറിയില്ല. ഹോൾ തിങ് ഈസ് അവർക്ക് അങ്ങനെ വേണം, അതാണ് ഇവർക്ക്. അല്ല, ലോജിക്ക് എനിക്ക് തോന്നുന്നത് കസ്റ്റമേഴ്സിന് അവയർനെസ് കൊടുക്കാനാണ്. 1 ഗ്രാമിന് നിങ്ങൾ എത്രയാണ് സ്പെൻഡ് ചെയ്തതെന്ന്. കാരണം ഇവര് പാക്കിംഗ് പലരും പല ഡിഫറെന്റ് പാക്കിംഗ് വെച്ച് ഡിഫറെന്റ് പ്രൈസിങ് ചെയ്യും. ഇപ്പൊ ചിലപ്പോ 1 കിലോയ്ക്ക് 100 rupees ആയിരിക്കും. അവര് മേ ബി 250 grams 50 ആയിരിക്കും കൊടുക്കുന്നത്. പെർ ഗ്രാം നോക്കുമ്പോൾ ദേ ക്യാൻ ഡിസൈഡ് ലൈക്ക് which one is more cheaper for them to buy. അതേപോലെ തന്നെ ഇവിടുത്തെ കൺസ്യൂമർ കോർട്ടും ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മൾ ഈ പറയുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് കേസസ് കണ്ടിട്ടുണ്ട്. ഈ ചോക്ലേറ്റിന്റെ അകത്തൊക്കെ കറക്റ്റ് ആയിട്ട് സ്റ്റോറേജ് ആയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അകത്തൊക്കെ പുഴുക്കളും അങ്ങനത്തെ കേസൊക്കെ വരാറുണ്ട്. ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ ആക്ച്വലി, ബട്ട് ഇറ്റ് ഷുഡ് നെവർ ഹാപ്പൻ. നമ്മളപ്പോ അങ്ങനത്തെ പ്രോഡക്ട്സ് ഒന്നും അധികം ചെയ്യാറുമില്ല. ഈ ചില പ്രോഡക്ട്സ് ഒക്കെ റെഗുലർ ആയിട്ട് പുഴുക്കൾ വരുന്ന ഇതുണ്ട്. അപ്പൊ അങ്ങനത്തെ പ്രോഡക്ട്സ് നമ്മളിപ്പോ അങ്ങനെ ചെയ്യാറില്ല. ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ കമ്പനിക്കാർ പോലെ അത്ര അതിന് ബോധർ ചെയ്യാറില്ല. ബട്ട് കമ്പനിക്കാർക്ക് പിടിവീണ് കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങൾക്ക് ഭയങ്കര ഹ്യൂജ് ആയിരിക്കും. കാരണം വെച്ചാൽ കൺസ്യൂമർ കോർട്ട് ഇസ് നോട്ട് സ്മോൾ ഹിയർ. എവരിബഡി ഇൻ കേരള നല്ലോണം എഡ്യൂക്കേറ്റഡ് ആണ്. പണി കിട്ടിയാൽ പണി എങ്ങനെ കൊടുക്കണമെന്ന്
അതാണ് ഭയങ്കര സംഭവമാണ്. അപ്പം nobody will ഈ give up. പ്രോഡക്റ്റ് ഇപ്പൊ എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും പുഴു വന്നിട്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ who is to blame? So you are the super stockist. Your blame does it go to you or to the manufacturer? See, it always starts from the manufacturer. Okay, ഇപ്പം ലോക്കൽ മാർക്കറ്റിൽ നോക്കുമ്പോൾ it comes to us, then we will direct to them. They might even direct back to us, I don't know, because they can always say that, you know, നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്നത്, see, come and look at our standards, we make it like this, we'll make it like that. Go look at their warehouse, how they are, you know, അങ്ങനെയും ഒരു പോസിബിലിറ്റി വരാം. പക്ഷേ eventually it's the manufacturer's responsibility to ensure that their products is going through the right channels. അല്ലേ? അങ്ങനെ അവർ നോക്കാതെയാണോ അങ്ങനെയാണെങ്കിൽ ഒരു സൂപ്പർ സ്റ്റോക്കിസ്റ്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത്? അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യനും വരാം. അത് നേരെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാൻ പറ്റും. പക്ഷെ ഇവൻച്വലി എന്തൊക്കെ പറഞ്ഞാലും ഒരു മാനുഫാക്ചറർ ഹാസ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദാറ്റ്. അത് തന്നെയാണ് അതിന്റെ ഒരു ശരി. അപ്പം നമ്മള് see, it is like if at all he wants to put it to us, he should come and inspect our go down. He has to advise us, you know, in writing. Our product should be stored in this temperature at this point. It should never be in the ground level. It should always be in the pallet. So whatever it is, you know, it has to be clearly in written communication. ഒരു അഗ്രിമെന്റിൽ പലതും എഴുതുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം എഴുതുന്നുണ്ടെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ റിമെയിൻസ്. യുനോ, ഈ അഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ ഒരു 10-25 പേജിന്റെ കുറെ പേപ്പേഴ്സ് ആണ്, വിച്ച് വേർ എല്ലാം അവർക്ക് സപ്ലയേഴ്സിന് ആനുകൂല്യമായ രീതിയിലാണ് എല്ലാം എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല സാർ, ഇത് നമ്മുടെ പാൻ ഇന്ത്യ ഒരു സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ അതിലൊന്നും സത്യത്തിൽ വലിയ കാര്യമില്ല. ബട്ട് ഒരു ഇതേപോലെ ലീഗൽ ഇഷ്യൂ ഒക്കെ വരുമ്പോ ഇതെല്ലാം കാര്യമാണ് ആക്ച്വലി. പിന്നെ വേറെ ഒരു ഇഷ്യൂ എന്ന് പറയുമ്പം ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, ഞാൻ നേരത്തെ പറയുള്ളൂ, നമ്മളൊരു കോർപ്പറേറ്റ് ലെവലില് കുറെ ആൾക്കാരൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഫുഡ് ഇൻഡസ്ട്രിയിൽ വൺ മാൻ ഷോ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. ആൻഡ് ദേ ആർ വെൽ നോൺ ഫോർ ദിയർ സക്സസ്. The more you are related to the market, the more you are becoming strong. At a stage etikayna, you can put somebody else in the market, you can sit, but you have full control of operations. Okay, എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും you can always call the person directly and tell them, okay, see, സാറേ, ഇത് ശരിയല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇതെല്ലാം സെയിൽസിൽ ബന്ധം തന്നെയാണ് എല്ലാം ഇവൻച്വലി. അപ്പം യുനോ, അതാണ് പറയുന്നത്. ഇവിടെ ഇപ്പം കൂടുതലും നമ്മൾ എത്രത്തോളം എല്ലാ ആക്ടിവിറ്റീസിലും കണക്റ്റഡ് ആണ്, അത്രയും നല്ലതാണ് നമുക്ക്. അപ്പം അത് ദീസ് ആർ കോമൺ തിങ്സ് ആക്ച്വലി. പക്ഷെ ഇവിടെ ഇന്ത്യൻ സിനാരിയോയില് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകുന്നതാണ് നല്ലത്. യു വർക്ക് അലോൺ, മേക്ക് എ മാർക്കറ്റ് ഓഫ് യുവർ സെൽഫ് ആൻഡ് ദെൻ സ്ലോലി ബിൽഡ് ഫ്രം ദെയർ വിൽ ഓൾവേസ് ഗിവ് യു ദ റിസൾട്ട്. പെട്ടെന്നൊരു പ്രകാശം. അതപ്പം എടപ്പം ഇതിന്റെ കൂടെ എനിക്ക് ചോദിക്കാനുള്ള, ഇപ്പൊ ജനറലി നമ്മള് ഓക്കെ പേയ്മെന്റ് പ്രശ്നങ്ങൾ വരുക, കളക്ഷൻ പ്രശ്നങ്ങൾ വരുക, നമ്മൾ ടിപ്പിക്കലി നമ്മള് സിനിമയിലൊക്കെ കാണുന്ന ഗുണ്ടാളെ നമ്മൾ പോയി കളക്ഷന് വേണ്ടി പോവുക, അല്ലെങ്കിൽ ഗുണ്ടാളെ ഇങ്ങോട്ട് വന്ന് കളക്ഷൻ ചെയ്യും, അങ്ങനെയൊക്കെയുള്ള നമ്മൾ സിനിമയിലെ കാണുന്ന പോലെയൊക്കെ റിയൽ ലൈഫിൽ അങ്ങനെ ഉണ്ടോ? അതോ ഇത് വെരി മച്ച് പേയ്മെന്റ് ഇഷ്യൂ ഇസ് എ ബിഗ് ഇഷ്യൂ. നമുക്ക് ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ്. നമുക്ക് നമ്മുടെ കമ്പനി എത്ര ക്രെഡിറ്റ് തരും, നമ്മുടെ സപ്ലയർ എത്ര ക്രെഡിറ്റ് തരും. ഓക്കെ, ഹൗ മച്ച് ഓഫ് എ ക്രെഡിറ്റ് ക്യാൻ യു അഫോർഡ് ഇൻ ദ മാർക്കറ്റ്. ഓക്കെ, ആൻഡ് തേർഡ് തിങ് ഇസ് ഹൗ സ്ട്രിക്ട്ലി ഡു യു മോണിറ്റർ ദാറ്റ് ക്രെഡിറ്റ്. യുനോ, ഇപ്പം നമ്മളുടെയൊക്കെ ഒരു ചെറിയൊരു പോളിസി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് FMCG ഒരു പ്രശ്നമുള്ളത്, പലപ്പോഴും പല കമ്പനീസും വന്ന് അഡ്വാൻസ് പറയും. ഓക്കെ, പക്ഷെ അതിന് നമുക്ക് അഡ്വാൻസ് കൊടുക്കാതെ ഒരു ചെറിയൊരു ക്രെഡിറ്റ് ടേംസിലോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മുടെ ഒരു ഫെയിലിയർ ആണ്. നമ്മുടെ ഏറ്റവും വലിയൊരു ഫെയിലിയർ, നമ്മൾ ക്രെഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്ററിങ് ഈ അടുത്ത കാലത്ത് നല്ല സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അതൊരു പ്രശ്നം തന്നെയാണ് ആക്ച്വലി. എന്നോ ഈ നമ്മള് ഈ ക്രെഡിറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് ഒരു എത്രത്തോളം ഡിപ്പെൻഡ്സ് അപ്പോൺ പീപ്പിൾ ടു പീപ്പിൾ. അവര് ഞാൻ ഒരു സാധനം ക്രെഡിറ്റ് തരുന്ന എനിക്ക് സമയത്തിന് തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു അല്ലെ, ഇതിപ്പം അത് കുഴപ്പമില്ല, അത് അവനൊരു മാസം ലേറ്റ് ആയിട്ട് കൊടുത്താലും ആ ഒരു തോട്ട് പ്രോസസ് ഇസ് വെരി ഡേഞ്ചറസ് ആക്ച്വലി. ഇറ്റ് കെൻ കിൽ എ ബിസിനസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്, യുനോ. പേയ്മെന്റും ഒരു വലിയൊരു കാര്യം. പിന്നെ കാര്യം വെച്ചാൽ ഇവിടുത്തെ ഒരു സിനാരിയോ, നമ്മൾ ഈ FMCG ബിസിനസിനൊക്കെ പറ്റി പറയുകയാണെങ്കിൽ പറയേ വേണ്ട. നമ്മളൊക്കെ we are living in a very, very competitive environment, you know, and we are working with low margins, very low margins. Normally 5 to 7% margin operate ചെയ്യുമ്പോൾ
നമ്മള് 2-3% ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ മറ്റേതെല്ലാം കഴിഞ്ഞാൽ ഇമാജിൻ വാട്ട് ദ ക്വസ്റ്റ്യൻ. പിന്നെ എന്തിനാ ഇത് ചെയ്യുന്നതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. അതാണ് കാര്യം FMCG is a market which is a little bit controlled by the government also. Basically, this is the main core area where if not controlled properly by the government, inflation വളരെ പെട്ടെന്ന് പിടിച്ചു കയറാൻ, ഒറ്റയടിക്ക് ഇൻഫ്ലേഷൻ വരാൻ ഒരു നല്ലൊരു ഈസി മാർഗമാണ്. അപ്പം ഗവൺമെന്റും കുറെ MRP കാര്യങ്ങളിലൊക്കെ ഒരുപാട് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ തന്നെ ഗവൺമെന്റ് ചെയ്ത ഒരു വലിയൊരു കാര്യമാണ് 18-12% എന്നുള്ളത്. ഇപ്പം FMCGയിലെ പല പ്രൊഡക്ട്സും 12% ആയിരുന്നു GST. അതിപ്പോ 5% ആക്കിയ സത്യം പറഞ്ഞാല് നല്ല രീതിയിൽ ഗുണകരം ചെയ്തിട്ടുണ്ട്. പക്ഷേ അഗൈൻ ഇവിടുത്തെ ബിസിനസ്സുകാരുടെ കാര്യം ഒന്നും പറയുക വേണ്ട. അവര് ആദ്യത്തെ കുറച്ച് നാൾ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്തെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അവര് പ്രൈസ് ഇൻക്രീസ് ചെയ്തു. They brought the MRP back to the same level. ബട്ട് ഗവൺമെന്റിനെ കാണിക്കാൻ വേണ്ടി ആ ഒരു സമയത്ത് അവർ കുറച്ച് നാളത്തേക്ക് വില കുറച്ചു, 5% ഓപ്പറേറ്റ് ചെയ്ത് പിന്നീട് അവരങ്ങ് MRP കൂട്ടി. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് FMCG ഇൻഡസ്ട്രിയിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഒരുപാട് കമ്പനീസ് ഉണ്ട്. എല്ലാ ദിവസവും നിങ്ങൾ കാണാം പുതിയ പുതിയ കമ്പനീസ് വരുന്നു, പൂട്ടുന്നു, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പൂട്ടുന്നു. പണ്ടൊക്കെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് 7% മാർജിൻ തന്നെയായിരുന്നു. ഇന്നും അത് തന്നെയാണ് അവർക്ക് മാർജിൻ. പണ്ട് അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വളരെ കുറവായിരുന്നു, കോസ്റ്റ് ഓഫ് ലിവിങ് കുറവായിരുന്നു, റെന്റ് കുറവായിരുന്നു. അന്ന് 50 രൂപയുടെ കാലഘട്ടത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന അതേ മാർജിനാണ് പെട്രോളില്. ലിറ്ററിന് 50 രൂപയിൽ കിട്ടിക്കൊണ്ടിരുന്ന അതേ മാർജിനാണ് അവർക്ക് ഇപ്പോഴും. 100 rupees 110 rupees ഉള്ളപ്പോഴും margin remains the same. But eventually distributors are all collapsing one by one. Every customer market is churning into a IT market. എന്താ പറയുന്നത്, നമ്മള് ഓൺലൈൻ മാർക്കറ്റ്. എനിക്ക് അതിനെപ്പറ്റി ചോദിക്കാനുണ്ട്. ഇപ്പൊ ഈ ഓൺലൈൻ സെയിൽസ് വന്നതോടെ നിങ്ങൾക്കത് കാര്യമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ടോ? കുറെ പേർക്ക് അത് എഫക്ട് ആവുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ, ഒന്ന് ആലോചിച്ച് നോക്കണ്ടേ, ഞാൻ തന്നെ അറിയുന്നില്ല എന്താണ് ഇവിടെ വീട്ടിൽ സംഭവിക്കുന്നത്. ഒരു കാലഘട്ടത്ത് ഞാൻ പുറത്തിറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ സാധനങ്ങളൊന്നും ഇവിടെ പർച്ചേസ് ആവില്ല. എന്റെ വീട്ടിൽ അങ്ങനെയൊക്കെയായിരുന്നു സ്ഥിതി. ഇപ്പം ആരും എന്നോടൊന്നും ചോദിക്കുന്നില്ല. എന്താണ് കാര്യം, കോഴിമുട്ട വേണോ, പാല് വേണോ, എന്ത് വേണോ, സ്വിഗ്ഗിയിൽ 2 അടി അടിച്ചാൽ മതി, സാധനം 5 മിനിറ്റ് വരുന്നുണ്ട്. രാത്രി 10 തിരക്ക് ഇവിടെ ബെല്ലടിക്കുന്നു. ആരാണ്, എന്താണ് ആ സ്വിഗ്ഗി എന്ന് വന്ന. അപ്പൊ ഈവൻ ഇൻ ദ ലേറ്റ് നൈറ്റ് എവറിത്തിങ് ഇസ് ഹാപ്പനിങ്. സോ why shouldn't people buy, like that? എനിക്ക് ഇതിനകത്ത് ഒരു കൺവീനിയൻസ് ലെവലിൽ നോക്കി കഴിഞ്ഞാൽ ഒരു കസ്റ്റമറെ സംബന്ധിച്ചോളം സ്വിഗ്ഗി ഈസ് വെരി കൺവീനിയന്റ്. പിന്നെ സൂപ്പർ മാർക്കറ്റ്സ് ആർ വെരി കൺവീനിയന്റ്. ലുലു പോലത്തെ സ്ഥലങ്ങളിലൊക്കെ യു ആർ ആക്ച്വലി ഹാവിങ് എ പിക്നിക് ദർ. എല്ലാ ഫാമിലി മെമ്പേഴ്സിനായിട്ട് നടക്കുന്നു, സംസാരിക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു, ഷോപ്പിംഗ് ചെയ്യുന്നു. അതൊരു വശം. മറ്റേ വശത്ത് ഓക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സ്വിഗ്ഗിയിൽ നിന്ന് മേടിക്കുന്നു. അപ്പൊ മന്ത്ലി ഷോപ്പിംഗ് ഇവിടെയും, ചെറിയ ഷോപ്പിംഗ് എവിടെയും. അപ്പൊ ഇവരുടെ സക്സസ് എന്താ, ഈ ചെറിയ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫാമിലി മെമ്പേഴ്സും എല്ലാ പോപ്പുലേഷനും അതങ്ങനെ ചെയ്യുമ്പോൾ ഇവർക്കും വലിയ ടേൺ ഓവർ ആവുന്നു. പക്ഷെ ഐ ഡോണ്ട് നോ ഹൗ മച്ച് ദേ ആർ ഇൻ പ്രോഫിറ്റ് ഓർ അതൊരു ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓൺലി ഫ്യൂച്ചർ വിൽ ടെൽ. ബട്ട് ലോക്കൽ സെയിൽസ് ഒക്കെ അപ്പൊ കില്ല് ചെയ്യല്ലേ? ലോക്കൽ ചെറിയ സ്റ്റോർസ് ഒക്കെ they will be really suffering, right? Everybody are actually worried. അവരെല്ലാരും ഇപ്പം കിട്ടുന്ന മാർജിൻസിലൊന്നും കംഫർട്ടബിൾ അല്ല. കാര്യം പണ്ട് സൂപ്പർ മാർക്കറ്റ് പറഞ്ഞ കുറെ ഫാനൊക്കെ ഇട്ടിട്ട് വെച്ചാൽ മതിയായിരുന്നു. ഇന്ന് സൂപ്പർ മാർക്കറ്റിന് ഒരു ബ്രാൻഡ് വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് AC വെക്കണം, അവർക്ക് കുറെ എക്സ്പെൻസ് ഉണ്ട്, കുറച്ചുകൂടി നല്ല രീതിയിൽ ഇന്റീരിയർ ചെയ്യണം. അപ്പം അഗൈൻ എൻഡ് ഓഫ് ദി ഡേ ഇഫ് ദേ ആർ നോട്ട് ഗെറ്റിംഗ് ദാറ്റ് കൈൻഡ് ഓഫ് എ റിട്ടേൺ, ഇറ്റ്സ് ഓൾവേസ് എ ക്വസ്റ്റ്യനബിൾ തിങ്. അപ്പം കോമ്പറ്റീഷൻ, ലോ മാർജിൻ. മാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്ത് ഈ ബ്രാൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഈ ബ്രാൻഡ് ബിൽഡിംഗ്, പണ്ടൊക്കെ ബ്രാൻഡ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പൊ യു കാൺ ഇമാജിൻ ബ്രാൻഡിങ് യുവർ സെൽഫ് ഇൻ ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പർ ആരും കാണാറുമില്ല. പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പർച്യൂണിറ്റി ഒന്നും വേണ്ട, നമുക്ക് ഓൺലൈനിൽ വന്നോളൂ എന്ന് പറയുന്ന പോലെ ഇന്നത്തെ ട്രെൻഡും എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലും ലിങ്ക്ഡിനിലോട്ടൊക്കെ മാറിയിരിക്കുകയാണ്. കൂടുതലും എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാം ഇസ് പ്ലേയിങ് എ ഹ്യൂജ് റോൾ. കുറെ ഇൻസ്റ്റാ, എനിക്കൊന്ന് വിനോദ് കെൻ ടെൽ ബെറ്റർ അബൌട്ട് ഇറ്റ്. നിങ്ങളൊക്കെ ഐ ടി പീപ്പിൾ കെൻ സേ ബെറ്റർ അബൌട്ട്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഇഫ് യു വോണ്ട് ടു സെൽ എ പ്രോഡക്റ്റ് വി നീഡ് യു പീപ്പിൾ ടു സപ്പോർട്ട് us, tell us what to do. Correct. Social media is the trend now. Correct. Yeah. പണ്ടൊക്കെ ഈ
ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു FMCG ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ പഴയ കമ്പനിക്കാർ സെറ്റ് ചെയ്ത ട്രെൻഡ് ഒന്ന് നോക്കണം. നമ്മളിപ്പോ പെപ്സി കമ്പനി എടുത്ത് നോക്കിയോ, നിങ്ങളൊന്ന് നോക്കിക്കോ, ഏതൊരു റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ഏതൊരു നോർമൽ മിനി മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിലെല്ലാം പെപ്സിയുടെ ഒരു കൂളർ കിടപ്പുണ്ട്. പെട്ടിക്കടകളിലെല്ലാം ഉണ്ട്. പെട്ടിക്കടകൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യത്തിന് ഒരു മിനി സൂപ്പർ മാർക്കറ്റിലെല്ലാം ഇവരുടെ കൂളേഴ്സ് ഉണ്ട്. ക്യാൻ യു ഇമാജിൻ ന്യൂ കമ്പനി കമ്മിങ്? എത്രയോ കമ്പനീസ് ഇതേപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക് ഉണ്ടാക്കുന്നുണ്ട്. റെഡ് ബുള്ളോ പെപ്സിയോ ചെയ്യുന്ന പോലെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മളിപ്പം കിൻസ കോള എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് സൗദിയിൽ നിന്ന് വേറെ ആരോ ഇമ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കേരളയ്ക്ക് വേണ്ടി തന്നു. നമ്മൾ ആ പ്രൊഡക്റ്റ് നമ്മൾ കൊണ്ട് പറയുന്നു. ഇപ്പം നമ്മൾ പറയുന്നത് ഇവിടെ പെപ്സിക്കകത്ത് കുറെ ഗ്യാപ്പുള്ളല്ല അവിടെ കൊണ്ടുവയ്ക്കുക. അവര് കാരണവശാലും ചെയ്യില്ല. കാര്യം അവരുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേറെ പണിയൊന്നുമില്ല. അവിടെ പോയി അവരുടെ കൂടറിനകത്ത് വേറെ എന്തെങ്കിലും കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കുകയാണ് അവരുടെ മെയിൻ പണി. ഇതിവിടെ ഒരു കാരണവശാലും കഴിക്കാൻ പറ്റില്ല. അതേസമയം നമ്മളിപ്പം അൽമറായി അങ്ങനത്തെ കുറെ ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ വേരിയൻസ് ഒരു പക്ഷെ പെപ്സിക്ക് ഉണ്ടാവില്ല. അപ്പം അതുപോലെ അവിടെ വെച്ചാൽ അവർ അത്ര ബോധരയില്ല. ദിസ് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ എന്തായാലും Pepsi sales people will not allow too much of playing around with their coolers, you know. അപ്പം ഒരു കൂളർ അവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും വലിയൊരു അടിയാണ്. അപ്പൊ നമ്മുടെ ഓപ്പർച്യൂണിറ്റി എപ്പോഴാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വലിയൊരു സംരംഭം ഇതേപോലെ ലുലു അല്ലെങ്കിൽ ഇതേപോലെ ഒരു മേജർ ഒരു ഇത് വരുമ്പം അവര് പെപ്സി കമ്പനിയുമായിട്ട് എന്തോ ഒരു ടേംസിൽ തെറ്റിക്കിടക്കുമ്പോൾ നമ്മളെ കാണുമ്പോഴാണ് അവര് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആവുന്നത്. അപ്പൊ അവര് പറയാം ഓക്കെ ഫൈൻ, നിങ്ങൾക്ക് ഇത്രയും ഓർഡർ തരാൻ പറ്റും, നിങ്ങൾക്കൊരു കൂളർ തരാമോ? അപ്പൊ നമ്മൾ പെട്ടെന്ന് മെയിലായിരിക്കും, സാറേ ഇങ്ങനൊരു സംഭവം ഉണ്ട്, കൂടുതൽ അയച്ചാൽ ഈ കമ്പനിക്കാർ എടുക്കും. ഇതേപോലെ 1-2 മേജർ ബ്രാൻഡ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാര്യം എന്ന് വെച്ചാൽ കൂളർ കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഇത്രയും ടേൺ ഓവർ ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ചാടിക്കാതെ വീഴും. പക്ഷെ ഈവൻ അങ്ങനെ ഒന്നും ആർക്കും കൂളർ ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഒരു സ്ഥലത്തെ. അമ്മാരി റിസൾട്ട് വന്നാലേ ശരിയാവും. പക്ഷെ ഞാൻ പറയുന്ന കൈൻഡ് ഓഫ് ട്രെൻഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മാഗി ന്യൂഡിൽസ് അവര് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന നെറ്റ്വർക്ക് കണ്ട മൂന്നാറിലോ നമ്മൾ ഈ മൂലയിലും ഏതോ they have the ഈ മാഗി കഴിക്കാൻ വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുകയാണ് അവിടെ. That's the kind of coverage. You tell me any other brand other than Maggi who has that kind of coverage. So that my point is the challenges again, എത്രയാണ് ഒരു പുതിയ ബ്രാൻഡ് വരുമ്പോൾ the difficulty in breaking those brands and entry. ഇപ്പം ഈ പറഞ്ഞ നെസ്ലെ, ബ്രിട്ടാനിയ, ഇപ്പം നിങ്ങൾ മിൽക്കി മിസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇത് കേട്ടതുണ്ട് റിലയൻസിനെ പറ്റി. റിലയൻസിൽ ഇപ്പം ബിസ്ക്കറ്റ് ഡിവിഷൻ ഇസ് എ ഹ്യൂജ് ബിസിനസ്. ഇപ്പൊ റിലയൻസിൽ 60% ഓഫ് ബിസ്ക്കറ്റ് സോൾഡ് ആർ മിൽക്കി മിസ്റ്റ് അല്ല, മോൾക്കിസ്റ്റ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അത് ഭയങ്കരമായിട്ടും ഇതാണ്. ഇപ്പം ഈ കൊക്കക്കോളാന്റെ ബീറ്റ് ചെയ്യാൻ ഇപ്പൊ റീസെന്റ് കാപ്പക്കോള ഇസ് ഡൂയിങ് എ ബിഗ് ജോബ്. കാപ്പക്കോള ഇസ് റിയലി കമ്മിങ് അപ്പ് വെരി സ്ട്രോങ്. കാര്യം അവരും നിസ്സാരക്കാരല്ല. അതേപോലെ ഒരു ബ്രാൻഡ് വന്നാലേ ഇവർക്കൊരു കോമ്പറ്റീഷൻ ആവും. അല്ലാണ്ട് വേറെ ഏത് ചവറ് ബ്രാൻഡ് വന്നാലും പെപ്സിക്കൊന്നും ഒരു കോമ്പറ്റീഷനേ അല്ല. അപ്പൊ അമ്മാരി ഇൻവെസ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ക്യാമ്പക്കോളൊക്കെ ബ്രേക്ക്. ഇവിടെ കേരളയിൽ അവർ അത്ര സ്ട്രോങ് ആയിട്ടില്ല. നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒന്നും അധികമില്ല. നമ്മള് എനി അതർ പ്ലേസ് യു ഗോ, ബാംഗ്ലൂർ, ബോംബെ, ഡൽഹി, എല്ലായിടത്തും ക്യാമ്പക്കോള ഇസ് റിയലി കം സ്ട്രോങ്. അപ്പൊ ഈ ബ്രാൻഡിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ചോദിക്കാനുള്ളത്, ചക്രി ഇപ്പം നിങ്ങളുടെ ബിസിനസ്സിൽ എങ്ങനെയാണ് ബ്രാൻഡ് ചൂസ് ചെയ്യുന്നത്? ഇന്ന കോള എടുക്കണം അല്ലെങ്കിൽ ഇന്ന ബിസ്ക്കറ്റ് പ്രോഡക്റ്റ് എടുക്കണം, പല പ്രോഡക്റ്റ് ഉണ്ട്. അപ്പൊ എന്താണ്, വാട്ട് ഇസ് യുവർ ക്രൈറ്റീരിയ? ഓക്കെ, അപ്പം ഞാൻ ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് അതിലോട്ട് വരാം. നമ്മള് ഇവിടുത്തെ ഈ ഓക്കെ, ഐ വിൽ കം ടു ദാറ്റ് ഡയറക്ട്ലി. ഓക്കെ, അതായത് ഒരു ബിസിനസ്സിന് ഒരുപാട് ഫേസസ് ഉണ്ട്. ഓക്കെ, when you talk about challenges, പല ഫേസസ് ഉണ്ട്. ഒരു ബിസിനസ്സിൽ ഓഫ്കോഴ്സ് ആദ്യത്തെ ചാലഞ്ച് ക്യാപിറ്റലും ഇൻവെസ്റ്റ്മെന്റും ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ബിഗ്ഗസ്റ്റ് ചാലഞ്ചസ് ദ പ്രോഡക്റ്റ് യു ചൂസ്. ദ പ്രോഡക്റ്റ് യു ചൂസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ലിങ്ക്ഡിൻ വഴി നമുക്ക് വെറുതെ ഓഫീസിൽ നിന്ന് കുറേ വലിയ ബ്രാൻഡ് നമ്മൾ ഇങ്ങോട്ട് തേടി വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു കാര്യം നമ്മൾ ഒരു ബ്രാൻഡ് എടുക്കുമ്പോൾ ആദ്യ കാലഘട്ടത്തൊക്കെ ഹൈ പ്രൊഫൈലായിട്ട് നമ്മൾ പ്രൊമോഷൻസ് ചെയ്യുമായിരുന്നു. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടേഴ്സിനൊക്കെ വെച്ചിട്ട്, മാർക്കറ്റിലെ പ്രൊമോട്ടേഴ്സിനൊക്കെ വെച്ചിട്ട് നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കുമായിരുന്നു. അപ്പം എന്തുപറ്റി, ഇതെല്ലാം നമ്മളിങ്ങനെ ലിങ്ക്ഡിനിൽ എൻ്റെ ബ്രദർ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം വേറെ കുറെ ആൾക്കാരെ കാണുന്ന എല്ലാത്തിനെയും പിടിച്ചിട്ട് ടാഗ് ചെയ്യും. മാനുഫാക്ചറേഴ്സ്
ഓക്കെ. അപ്പൊ അവരൊക്കെ നോക്കുമ്പോ ഇത് കൊള്ളാലോ. അപ്പൊ കേരളയിലാണെങ്കിൽ നമുക്കൊരു റീച്ച് ഇല്ല, ഇവന്മാര് കൊള്ളാം അവിടെ. എന്നിട്ട് അവര് ഹൗ ഇസ് ദിയർ സക്സസ്? അവരുടെ സക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കൂടുതലും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഭയങ്കര ഹിറ്റായ കുറെ ബ്രാൻഡാണ്. നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ നോക്കി കഴിഞ്ഞാൽ ഷാർക്ക് ടാങ്കിലും അതേപോലത്തെ കുറെ ഇത് വഴി അവര് പേരുണ്ടാക്കി വെച്ച ഒരു ബ്രാൻഡാണ്. ഓൺലൈനിൽ അവർ ഭയങ്കര ബിസിനസ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ആ ഭാഗത്തേക്ക് അവരുടെ ലോക്കൽ മാർക്കറ്റിലേക്ക് അവർ ക്യാപ്ചർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ കേരളയിൽ ഒരാൾ നമ്മൾ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറയുമ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡാ. അപ്പം ആ ബ്രാൻഡ് നമ്മൾ ഇവിടെ വരുമ്പോൾ ഓഫ്ലൈനിൽ ഭയങ്കര മിസറബിളി ദേ ലൂസ്. ഓക്കെ, കാര്യം അവരങ്ങനെ വലിയ സ്പെൻഡ് ചെയ്തിട്ടൊന്നുമല്ല അവര് ബ്രാൻഡ് വലുതായിരിക്കുന്നത്. അവര് ഷാർക്ക് ടാങ്കിലൊക്കെ വന്നപ്പോൾ ഒരു പബ്ലിസിറ്റി ആയി. പിന്നെ ഓൺലൈനിൽ ചില മാനുഫാക്ചറേഴ്സ്, മിക്കവാറും എല്ലാ മാനുഫാക്ചറേഴ്സിനും ഓൺലൈനിൽ ദേ ആർ മേക്കിംഗ് എ ലോട്ട് ഓഫ് മണി. ഓൾ ദ മണി ഇസ് മെയ്ഡ് ലൈക്ക് ദാറ്റ് ഉള്ളി. അങ്ങനെ മാത്രം ചെയ്ത് ജീവിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാണ് എനിക്ക് തോന്നുന്നത്. യു കാണ്ട് ബീറ്റ് എനി നെസ്ലെ ഓർ കാഡ്ബറി ഓർ എനിബഡി ലൈക്ക് ദാറ്റ്. നിങ്ങൾക്ക് ബാക്കിയുള്ള ഓഫ്ലൈൻ ചാനൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് ഗോയിങ് ടു ബി കോംപ്ലിക്കേറ്റഡ്. യു വിൽ നോട്ട് മേക്ക് മണി, ദ അതർ പീപ്പിൾ വിൽ മേക്ക് മണി. അങ്ങനെയാണ്, അത്രയും ചാനൽസ് ഉണ്ട് ഇതിന്റെ ഇടയിൽ. ഇപ്പൊ അതെല്ലാം ബ്രേക്ക് ചെയ്ത് നിങ്ങൾ ഡയറക്റ്റ്ലി കൊടുക്കണം. അപ്പൊ ഈ ബ്രാൻഡുകളൊക്കെ നമുക്ക് വരുമ്പോ ഈ ബ്രാൻഡ് ഒന്നും സക്സസ്ഫുൾ ആവണമെന്നില്ല. ഓഫ്ലൈൻ മാർക്കറ്റിംഗ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. കാര്യം അതിനുവേണ്ടി കുറെ സെയിൽസ് സ്റ്റാഫ്, ബ്രാൻഡിന്റെ തന്നെ സെയിൽസ് സ്റ്റാഫ് വന്ന് വർക്ക് ചെയ്യണം. ആ ബ്രാൻഡിന് കുറെ പ്രൊമോട്ടേഴ്സ് വർക്ക് ചെയ്യണം. പണ്ട് നമ്മൾ തന്നെ പ്രൊമോട്ടേഴ്സിനെ വെച്ച് ചെയ്യുമായിരുന്നു. പക്ഷെ നമുക്കത് ഫീസിബിൾ ആവുന്നില്ല. ഇറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ് ഫോർ us to make them big. They want to be big. They have to spend money. They have to spend money in advertising, സെയിൽസ്മാൻ, പ്രൊമോട്ടേഴ്സ്. ഇതെല്ലാം വലിയ എമൗണ്ട് ആവും. ഒരു സെയിൽസ് സ്റ്റാഫിന് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ തന്നെ രണ്ട് കാര്യങ്ങളാണ്. സെയിൽസ് സ്റ്റാഫിന് കിട്ടാനേ ഇല്ല. ഞാൻ റീസെന്റ് റിക്രൂട്ട്മെന്റ് കൺസൾട്ടൻസിനോട് സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്നത്, സാർ അക്കൗണ്ട്സിലേക്കും മറ്റേതും അഡ്മിനും ടെലികോളിംഗ് ഒക്കെ ഓക്കെയാണ്, പക്ഷെ സെയിൽസിന്റെ കാര്യം ഇവിടെ മിണ്ടണ്ട, നമുക്ക് സെയിൽസിന്റെ ആളെ കിട്ടില്ല. ഐ മീൻ യു ആർ ഗെറ്റിംഗ് പെയ്ഡ് ഫോർ ഇറ്റ് മാൻ, വൈ ഡോണ്ട് യു നോ? എന്നിട്ടും അവർ പറയുന്നത് സെയിൽസ് വേണ്ട, നമുക്ക് മറ്റേ നിങ്ങളുടെ അക്കൗണ്ട്സിന്റെ ഞാൻ ക്ലോസ് ചെയ്ത് തരാം. ഐ മീൻ അങ്ങനെയാണ് അവർ പറയുന്നത്. കേരളത്തിൽ പുറത്തേക്ക് പോകുന്നത് അത് ചൂസ് ചെയ്യുന്നുണ്ടാവും. അതാണ് അവർക്ക് എന്തോ ഞാൻ പറഞ്ഞോളെ, ഈ ആൾക്കാരെ കിട്ടാൻ അവരുടെ പല തോട്ട്സ് ഒക്കെ ഡിഫറെന്റ് ആണ്. അപ്പം ഞാൻ പറഞ്ഞത് ഈ ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ഏത് പ്രൊഡക്റ്റ് എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ രണ്ടുവിധം കാറ്റഗറി ഉണ്ട്. ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ കമ്പനീസ് ആണ്, നെസ്ലെ, ബ്രിട്ടാനിയ, പാർലെ, ഇതെല്ലാം ഭയങ്കര ടേൺ ഓവർ ഉണ്ടാവും. അവര് ഒരു എറണാകുളം എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റില് അവർക്കൊരു 8-10 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും. ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് എങ്ങനെയായാലും ഒരു 50 lakh റുപ്പീസിന്റെ ബിസിനസ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5% ആയിരിക്കും. അപ്പം പക്ഷേ the kind of pressure they are going to give you, the kind of tension they are going to give you is going to be huge. നമ്മൾ ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം പ്രഷറിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, അമ്മാതിരി പ്രഷർ അവർ ഇട്ട് തരും. അവരൊരു ഓർഡർ എടുത്തു കഴിഞ്ഞാൽ എന്തോ വലിയ വില മറിക്കുന്ന സാധനം ചെയ്ത പോലെയാണ്. പിന്നെ ഓർഡർ നിങ്ങൾ ഡിസ്പാച്ച് ചെയ്തില്ല, ഭയങ്കര ബഹളമായിരിക്കും അവിടെ, പ്രഷറിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ 50 lakhന്റെ ബിസിനസ്സിൽ 2.5 lakhന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ബാഡ്. ബട്ട് ഇസ് ഇറ്റ് ഗുഡ് ആക്ച്വലി? ഇത്ര വലിയ ഇൻവെസ്റ്റ്മെന്റ് വർത്ത് ആണോ? അതില് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പോവും. ഗ്രോസ് പ്രോഫിറ്റ്, അതെ അതെ. സെയിൽസ് ഇത് ഇപ്പൊ 1-2 സെയിൽസ് സ്റ്റാഫിനെ വെക്കണം, അങ്ങനെയൊക്കെ കുറെ ക്രൈറ്റീരിയ ഉണ്ട്. അപ്പൊ ഞങ്ങളോട് നെസ്ലെ വന്നപ്പോ 5% പറഞ്ഞപ്പോ അവർ 1 crore പറഞ്ഞു. അപ്പൊ 5 lakh കൊള്ളാമല്ലോ, നല്ലൊരു ഏർണിംഗ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ അവര് പറയുന്നത് നിങ്ങളൊരു 3 സെയിൽസ് സ്റ്റാഫിനെ വെക്കണം, ഇതില് 2 സ്വന്തമായിട്ട് വണ്ടി വേണം, പിന്നെ കുറെ ക്രൈറ്റീരിയ വേറെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് എന്താ ഈ 1 കോടിക്ക് വേണ്ടി 2 ലക്ഷം രൂപ ഉണ്ടാക്കാൻ വേണ്ടിയാണോ? അതൊരു ഓപ്ഷൻ. ബട്ട് സീ ദാറ്റ് 2 lakh is almost assured. നമ്മളത് എടുത്തില്ല നെസ്ലെ. പല ആൾക്കാരും വന്ന് കംപ്ലൈന്റ് പറഞ്ഞു, ഇത്ര നല്ലൊരു ബ്രാൻഡ് കിട്ടി നിങ്ങൾ എന്താ എടുക്കാത്ത? I don't know what answer to give, because you can decide for yourself, is it worth or not. Correct. But I don't know, it's really a tough decision to make. Is it worth the trouble? Is it worth the trouble? അതാണ് കാര്യം എന്ന് വെച്ചാൽ, ഓക്കെ നമുക്ക് അത്ര കച്ചവടം വേണ്ടപ്പ, കുറച്ചുകൂടി സമാധാനം വേണം. അതേസമയം നമ്മള് ചില കമ്പനിക്കാര് നമ്മൾ കൂടുതൽ ഡീൽ ചെയ്യുന്ന നമുക്കൊരു 10% മാർജിൻ കിട്ടണം. 2-3% നമുക്ക്
ട്രാൻസ്പോർട്ടേഷൻ പോയാലും വി സ്റ്റിൽ ഹാവ് ദാറ്റ് സ്പേസ് ടു ബ്രീത്ത്. പക്ഷേ അവർക്ക് ആ ടേൺ ഓവർ ഉണ്ടാവണമെന്നില്ല. നെസ്ലെ പോലത്തെ ബ്രാൻഡ് ചെയ്യുമ്പം നമുക്ക് പേയ്മെന്റ് കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിരിക്കും. നമുക്ക് ഡിമാൻഡ് ചെയ്യാം. ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ പേയ്മെന്റ് കിട്ടിയില്ലെങ്കിൽ കട്ട് ഓഫ് ചെയ്താൽ അവന്മാർ പേയ്മെന്റും കൊണ്ടുവരും ഫോർ ദ നെക്സ്റ്റ് പർച്ചേസ്. അതർവൈസ് ദാറ്റ് ഡസന്റ് വർക്ക്. നമ്മൾ ചെയ്യുന്ന ബ്രാൻഡിന് ചിലപ്പം 3 weeks ഓർ മോർ വി ഹാവ് ടു ഗിവ്, അവിടെയാണ് പ്രോബ്ലം. അപ്പം 2 രീതിയിലും ചിന്തിക്കാം. എങ്ങനെ ചിന്തിച്ചാലും എല്ലാം കണക്കാണ് എൻഡ് ഓഫ് ദ ഡേ. ഓക്കെ, അപ്പം അതാണ് ഒരു പോയിന്റ്. സക്കറിയ, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡൽ എന്ന് പറയുന്നത് ഒരു സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, പിന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, പിന്നെ നമ്മുടെ റീറ്റെയിൽ. ഈ ഒരു മോഡൽ ഇനി ഫ്യൂച്ചറിലോട്ട് അത് ഒരു വയബിൾ മോഡൽ തന്നെയാണോ, അതോ ഇപ്പൊ നമ്മളെ ഇൻസ്റ്റാമാർട്ട് ഉണ്ട്, അതുപോലെ ബിഗ് ബാസ്ക്കറ്റ് ഉണ്ട്, അവരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്റ്റോഴ്സ് ഒന്നുമില്ല. ദേ ഹാവ് എ ഗോ ഡൗൺ ടു സ്റ്റോർ ദ ഗുഡ്സ്, എന്നിട്ട് അവിടെ നിന്ന് അവരത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ഡയറക്റ്റ് ഹോംസിലേക്ക്. അങ്ങനത്തെ ഒരു ബിസിനസ് മോഡലുണ്ട്. അപ്പോൾ ഇനി ഫ്യൂച്ചറിലോട്ട് ഈ ബിസിനസ്സിലോട്ട് വരാൻ പോകുന്നവർക്ക് എന്ത് അഡ്വൈസാണ് കൊടുക്കുന്നത്? ഈ പഴയ മോഡലിൽ വർക്ക് ചെയ്യാനാണോ, അതോ പുതിയ രീതികൾ അഡോപ്റ്റ് ചെയ്ത് പോകാനോ? അതൊരു അത്യാവശ്യത്തിന് ചാലഞ്ചിങ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാര്യം വെച്ചാല് അതൊരു റിയാലിറ്റിയാണ്. ഓക്കെ, ഇൻസ്റ്റാമാർട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാമാർട്ടുമായിട്ടൊരു ടൈ അപ്പ് നടത്തിയിട്ട് നമ്മുടെ പ്രൊഡക്ട്സിലെ ഒരു ശതമാനം പ്രൊഡക്ട്സ് അങ്ങോട്ടുകൂടെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് വിജയമാണ്. ഇൻസ്റ്റാമാർട്ടിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവർ ഡയറക്ട്ലി മാനുഫാക്ചറിംഗ് എടുക്കുമോ, അവരുടെ ഹബ്ബ് ബാംഗ്ലൂർ എന്തോ ആണ്, നമുക്ക് ഇവിടെ നിന്ന് എന്തോ സപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അത് ഏതോ ഞാൻ ഇതേപോലെ അന്വേഷിച്ചപ്പം നമ്മൾ പിന്നെ ഇവിടെ ഡിസിഷൻ മേക്കിംഗ് ഒരു ഹെഡ് ഓഫീസ് വർക്ക് കാണും. അതിന്റെ പ്രൊക്യൂർമെന്റ് ഓരോ സിറ്റീസിലും ഓരോ ലൊക്കേഷനിലെ ഡാർക്ക് സ്റ്റോർസ് വേണം. അത് അവരുടെ ഓപ്പറേറ്റിംഗ് മോഡ്. അപ്പൊ ഓരോ ലൊക്കേഷൻ ഇപ്പൊ ലെറ്റ്സ് നമ്മുടെ ഇപ്പം തിരുവനന്തപുരം എടുക്കണ കേശവർക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവര് നമ്മുടെ പെരുത്തിപ്പാറ ആ ഭാഗമായിരിക്കും, അതൊരു റേഡിയസിൽ ഇങ്ങനെ കവർ ചെയ്യും ഒരു ഡാർക്ക് സ്റ്റോർ. I don't think they are taking the material from local market. എനിക്കറിയില്ല, I'm not sure. They're not taking from local. Yeah, they want us to give the product to Bangalore. അവിടുന്ന് അവര് വീതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുന്ന് ഞാൻ അവിടം വരെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എനിക്ക് നഷ്ടമായി. എനിക്ക് ഷുവർ അല്ല കേട്ടോ. ഐ ഡോണ്ട് തിങ്ക് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. The deal will be done with their main office, maybe in Bangalore, Mumbai, wherever it is. പക്ഷേ ഫൂഡ്സ് ഇപ്പൊ എന്തെങ്കിലും പർട്ടിക്കുലർ ഫൂഡ്സ് ആണ് എന്തായാലും അവർക്ക് മാനുഫാക്ചറേഴ്സുമായിട്ടാണ് കൂടുതൽ ടൈ അപ്പ്. അവിടെയാണ് അവർക്ക് മാർജിൻ. അല്ല, നമുക്കും ചിലപ്പോഴൊക്കെ ടേൺ ഓവർ വേണമെന്നുണ്ടെങ്കിൽ മാർജിൻ കുറച്ച് കുറഞ്ഞാലും വി കൻ ഓൾവേസ് ഡു ഇറ്റ് ദാറ്റ് വേ. നമുക്ക് പെട്ടെന്ന് കുറെ ലിക്വിഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, കുറെ ഓഫേഴ്സ് കൊടുത്ത് ലിക്വിഡേറ്റ് ചെയ്യാം. ചിലപ്പോഴൊക്കെ ഈ FMCG ബിസിനസ് അങ്ങനെ ഷെൽഫ് ലൈഫിന് ഇഷ്യൂ ഉള്ളതുകൊണ്ട് നിനക്ക് ഓക്കെ 10% നഷ്ടത്തിലും വിൽക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് വിറ്റ് തീർക്കാം. പക്ഷെ നമുക്ക് ആ ഒരു റീച്ച് കിട്ടുന്നില്ല, അതാണ് ഒരു പ്രോബ്ലം. അപ്പൊ എന്തായാലും ഈ വീഡിയോ കേൾക്കുന്ന നല്ലവരായ ഇൻസ്റ്റാമാർട്ടിന്റെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവര് ഞാനുമായിട്ട് കണക്ട് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ആ രീതിയിലൊരു കച്ചവടം ഒരു പുതിയൊരു. ബട്ട് അഗൈൻ ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്. There is a high possibility that Instamart and all will dominate the market, and see, no doubt about it. Online business തന്നെയാണ് ഇനി അങ്ങോട്ട് ഫ്യൂച്ചർ. രണ്ട് മാർക്കറ്റ് ആണ്. ഒന്ന് ഇതേപോലെ വലിയ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റ്സ് വേറെ ആൾക്കാർ ഷോപ്പിംഗ്, they are taking shopping as an experience. ഒരു എക്സ്പീരിയൻസ് പോലെ, ഒരു ഫാമിലി പോലെ എല്ലാവരും കൂടെ പോകുന്നു, അങ്ങനത്തെ ഒരു കാറ്റഗറി. പിന്നെ രണ്ടാമത്തെ കാറ്റഗറി ഇൻസ്റ്റാഗ്രാം, സ്വിഗ്ഗി, അങ്ങനത്തെ കുറെ ഇതാണ്. ഇൻസ്റ്റാമാർട്ട്, സോറി. അപ്പം ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഒരു കാലഘട്ടത്തും നിർത്താൻ പറ്റില്ല. ഒരു ബ്രാൻഡിന് വളരണമെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇല്ലാണ്ട് പറ്റേ ഇല്ല. കാര്യം എന്ന് വെച്ചാൽ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ, ദ ഹോൾ ഐഡിയ ഓഫ് ഓൾ ദീസ് തിങ്സ്. നിങ്ങളൊരു ബ്രാൻഡ് ഉണ്ടാക്കി നിങ്ങൾ കേരളയില് ഈ ഇൻസ്റ്റാമാർട്ടിന് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അവര് നിങ്ങളുടെ ബ്രാൻഡ് എടുത്തില്ലെങ്കിൽ തീർന്നില്ലേ? നിങ്ങൾ ഒരു കോമ്പറ്റേറ്റീവ് ബ്രാൻഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രാൻഡ് എങ്ങനെ വെക്കും നിങ്ങൾ? അവർക്കും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പം ഇതിന്റെ ചാനൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലിമിറ്റഡ് മാർജിൻസ് ആണ്. എന്തുകൊണ്ടാണ് ലിമിറ്റഡ് മാർജിൻസ്? അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് വലിയ വലിയ പഴയകാല കോർപ്പറേറ്റ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനും ഇതെല്ലാത്തിനും ഇതാണ്. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഒരു ഐഡിയ എന്താണ് ഇതിന്റെ? ഇത് ഇപ്പം പെരിഷബിൾ ഗുഡ്സ് ആണിത്. ഇതിപ്പം ബോംബെയിൽ നിന്ന് ഒരാൾ ഒരു മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാല് കേരളയിൽ ഒരു ഹബ്ബ് വേണം, തമിഴ്നാട്ടിലൊരു ഹബ്ബ് വേണം.
അപ്പൊ കേരളയിലെ ഒരു ഹബ്ബാണ് നമ്മള്. ഇവിടെ നിന്നാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് പോകുന്നത്. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിന് പോകുന്നത്. എന്നിട്ട് അവര് റീറ്റെയിൽകാർക്ക് എത്തിച്ചു കൊടുക്കും, കടക്കാർക്ക്. എന്നിട്ടാണ് പിക്കിങ്. അപ്പൊ അവിടുന്ന് പിക്കിങ് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം തിരിച്ചു വരും. അപ്പം അവിടെ വേറെ ഒരു ഇതാണ്. അപ്പം ഇവിടുത്തെ വേറെ ഒരു ചാലഞ്ച് നമ്മൾ പറയുമല്ലോ, ദ ചാലഞ്ച് ഓഫ് ഡൂയിങ് ബിസിനസ് ചെയ്യാൻ. നമുക്ക് ഒരുപാട് ലീഗൽ ഡിസ്പ്യൂട്ട്സ് ഒക്കെ വരാൻ നല്ല ചാൻസ് ഉള്ള ഒരു ബിസിനസ് ആണ്. നമുക്ക് പലപ്പോഴും വിൽക്കുന്ന പ്രോഡക്റ്റ് ഷെൽഫ് ലൈഫ് തീരുന്നത്, അത് തിരിച്ചു വരും. അത് തിരിച്ചു വരുമ്പം 2 കാറ്റഗറി ഉണ്ട്. ചില കാറ്റഗറി കമ്പനിക്കാർ തിരിച്ചെടുക്കും, അവരൊക്കെ വിൽ ടേക്ക് ഇറ്റ്. ചിലത് അവർ തിരിച്ചെടുക്കില്ല. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ചെക്ക് ബൗൺസ്, ഒരു ചെക്ക് കസ്റ്റമർ നമുക്ക് ചെക്ക് തരുന്നത് ചെക്ക് ബൗൺസ് ആവുന്നത്, കസ്റ്റമർ പറയുന്നത് ഞാൻ പൈസ എൻ്റെ കയ്യിൽ ഇല്ല, കാശ് തരാനൊന്നും ഇല്ല എന്ന് പറയും. അപ്പം നമുക്ക് ഒരു ഡിസ്പ്യൂട്ടാണത്. അപ്പം നമ്മൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എനി സൊല്യൂഷൻ ഫോർ ദാറ്റ്. അത് 2, 3, 4, 5 കൊല്ലം ഇങ്ങനെ നീണ്ടു പോകുന്നുള്ളതല്ലാണ്ട് അതിനൊന്നും. നമ്മൾ പണ്ടൊക്കെ കേട്ടിരുന്നത് ചെക്ക് ബൗൺസ് ഒരു ക്രിമിനൽ കേസാണെന്നാണ്. ചെക്ക് ബൗൺസ് ഒക്കെ വളരെ നിസ്സാരമായിട്ടാണ് ഇവിടെ നടക്കുന്നത്. ആർക്കും കെയർ ചെയ്യണം. അപ്പം അതൊക്കെയാണ് വലിയ സാഡ്. നമുക്ക് വിറ്റ പ്രൊഡക്റ്റിന്റെ കാശ് നമുക്ക് വി ഹാവ് ടു ഗെറ്റ് ഇറ്റ്. വി ഡോണ്ട് ഹാവ് ടു ഗോ ത്രൂ എനി കോർട്ട് ടു ഗെറ്റ് ദിസ് മണി. കോർട്ടിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വിക്ക് റിസൾട്ട് കിട്ടണം. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജുഡീഷ്യറി? അപ്പൊ ജുഡീഷ്യറി ഈസ് വെരി വെരി വീക്ക് ഹിയർ ഇൻ ഇന്ത്യ. ഓക്കെ, ലെറ്റ് മീ ടെൽ യു ദാറ്റ് ദിസ് ഇസ് മൈ ബിഗ്ഗസ്റ്റ് കൺസേൺ ഇസ് ദിസ്. കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കാശ് കിട്ടാത്ത ഒരാളടുത്ത് കാശ് മേടിക്കാൻ തല്ല് പിടിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്ര സ്ട്രോങ് ആൾക്കാരും അല്ല. നമ്മളെല്ലാം കുറച്ച് വീക്കാണ്. ഡസന്റ് മീൻ നമ്മൾ, പക്ഷെ ദാറ്റ് ഇതിപ്പോ നമ്മൾ അങ്ങോട്ട് പോയി അടിക്കാൻ പോയി കഴിഞ്ഞാൽ അത് വേറെ വകുപ്പ് പോകും. നമ്മളായിരിക്കും അകത്ത് കിടക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓണസ്റ്റ്ലി എന്റെ കൂടെ ഓഫീസിൽ വന്ന് ഇവിടെ ഒച്ചയും വെക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വകുപ്പിൽ നമ്മളകത്താവും. സോ ദിസ് ഇസ് അൺഫോർച്ചുനേറ്റ് റിയാലിറ്റി. ജുഡീഷ്യറി സംതിങ്, ജുഡീഷ്യറിയിൽ ഒരു നല്ലൊരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് കുറെ കൂടെ കൂടുകയും ചെയ്യാൻ വേണ്ടി. അതെ, ബിക്കോസ് ചെക്ക് ബൗൺസ് ചെയ്യാന്ന് പറഞ്ഞാൽ പുറം രാജ്യങ്ങളിലൊക്കെ അത് വലിയൊരു ഇഷ്യൂ ആണ്. വേറൊരു ചാലഞ്ച് ഞാൻ ഇപ്പൊ എന്റെ ഒരു പേഴ്സണൽ ലെവലിൽ പറയുകയാണെങ്കിൽ, ഞാനൊക്കെ കുവൈറ്റിൽ വർക്ക് ചെയ്യുമ്പോ നമ്മള് ടാക്സ് എന്ന് പറയുന്ന ഒരു സാധനം കൊടുത്തിട്ടേ ഇല്ല. ഗവൺമെന്റ് നമ്മുടെ ടാക്സ് വേണ്ട. അപ്പൊ നമുക്ക് കിട്ടുന്ന കാശെല്ലാം നമ്മളൊക്കെ പലപ്പോഴും മൾട്ടിപ്പിൾ ടാക്സേഷൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവിടെയും ടാക്സ് കൊടുക്കണം, ഇവിടെയും ടാക്സ് കൊടുക്കണം. ഓക്കെ, അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു നല്ലൊരു കാര്യം അതാണ്. നമുക്ക് കിട്ടുന്ന കാശെല്ലാം ക്ലീൻ പ്യുവർ മണിയാണ്. അതിൻ്റെ അത് നമ്മൾ ആരെയും നമ്മളിവിടെ ഒരു ഗവൺമെന്റിന്റെ GST-യോ ഇൻകം ടാക്സോ ഇതൊന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അക്കൗണ്ടിങ് വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഇത്രയും രൂപയുടെ സാധനങ്ങൾ വന്ന് ഇത്രയും രൂപയുടെ അല്ലെങ്കിൽ സർവീസിന്റെ ലെവലിൽ പറയേണ്ട 1 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് നമുക്ക് കിട്ടി. 50,000 രൂപ ഞാൻ കാർപ്പൻറ്ററിന് കൊടുത്ത്, 20,000 രൂപ ഞാൻ ഇവന് കൊടുത്ത്, 3,000 രൂപ എന്റെ ജനറൽ എക്സ്പെൻസ് എല്ലാം കൂടി എനിക്ക് 25,000 രൂപ പ്രോഫിറ്റ്. വളരെ സിമ്പിൾ ഈസി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അക്കൗണ്ട്സ്. ഇത് നമുക്ക് ഈവൻ എ ലേമാൻ കൻ ഡു എ പ്രോപ്പർ അക്കൗണ്ടിങ് സിസ്റ്റം ഇൻ ദാറ്റ്. ആർക്കും ടാക്സ് കൊടുക്കണ്ട. നമുക്ക് ആ കാശ് ഇങ്ങോട്ട് ഇടുമ്പോ NRI ഇൻകം, അതിനും ടാക്സ് ഇല്ല. പക്ഷെ ഇവിടെ ഇപ്പൊ ഞാൻ നോക്കുന്ന, ഇവിടെ കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ്. ഈ കഷ്ടകാലത്തിന് വല്ല ലാഭം ഉണ്ടാക്കി കഴിഞ്ഞാല് അത് ടാക്സ് കൊടുക്കാൻ മാത്രമേ എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ ആക്ച്വലി, ടു ബി ഓണസ്റ്റ്. അപ്പം ഇവിടെ വേറൊരു കാര്യമുള്ള എന്താന്ന് വെച്ചാല്, നമ്മുടെ അക്കൗണ്ട്സ് നോളജ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. അല്ലെങ്കിൽ ഞാനൊക്കെ ശരിക്കും, നമ്മളെല്ലാം BCom സ്റ്റുഡൻസ് ആണ്, നമുക്കൊക്കെ അത്യാവശ്യത്തിന് അക്കൗണ്ടിങ് അറിയാം. പക്ഷെ ഞാനൊക്കെ ആദ്യം വർക്ക് ചെയ്ത ഒരു കമ്പനിയിൽ തന്നെ നമ്മൾ പഠിച്ച രീതിയിലൊന്നും അല്ലല്ലോ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നമ്മൾ ടാലിയിൽ കുറെ ഡാറ്റ ഇട്ട് കൊടുക്കുന്നു, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഓട്ടോമാറ്റിക്കലി വരികയാണ്. മറ്റേത് അങ്ങനെയല്ല. നമ്മൾ അവിടെ ഇരുന്ന് എഴുതിയതെല്ലാം നമ്മൾ ടാലി ആക്കണം ബാലൻസ് ഷീറ്റ്. നമ്മൾ പഠിച്ച പോലെ ആയിരുന്നില്ല. അപ്പം നമ്മള് കറക്റ്റ് ഇപ്പോഴാണ് ഞാൻ കൂടുതൽ ഈ ജേർണൽ എൻട്രീസ്, ഗോയിങ് ബാക്ക് ടു ദ ഓൾഡ് ജേർണൽ എൻട്രി സിസ്റ്റം, അതൊക്കെ നമ്മളൊന്ന് ബ്രഷപ്പ് ചെയ്ത് വരുന്നത്. കാര്യം ഇവിടെ
നല്ല രീതിയിൽ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി വെരി ക്ലിയർ വിത്ത് ദ ജേർണൽ എൻട്രീസ്, ലെഡ്ജർ, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഓരോ ദിവസവും നമ്മൾ ബിസിനസ്സിൽ വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. ഓരോ ബില്ലും. കാര്യം എന്ന് വെച്ചാൽ ഒരു തവണ ഒരു ബില്ല് മിസ്റ്റേക്ക് ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ അയ്യോ സാറെ തെറ്റ് പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ നമുക്ക് റിവോക്ക് ചെയ്യാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഓക്കെ, റേറ്റ് കുറഞ്ഞു പോയി. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അക്കൗണ്ടൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പുതിയ പുതിയ ആൾക്കാർ വരും, അവർക്ക് തോന്നുന്ന പോലെ ചെയ്യുന്നത്. നമ്മളത് സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വളരെ പ്രശ്നമാണ്. അപ്പം അതെല്ലാമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനം. അപ്പൊ പറയുമല്ലോ, ഇപ്പൊ ഞാൻ ഈ കുവൈറ്റിൽ പറഞ്ഞ പോലെ നമുക്ക് യു ഡോണ്ട് ഹാവ് ടു ബി എ പ്രൊഫഷണൽ അക്കൗണ്ടന്റ് ടു അണ്ടർസ്റ്റാൻഡ് എനി അക്കൗണ്ട്സ് ഹിയർ. നിങ്ങൾ ഈ GST സിസ്റ്റം ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ തന്നെ ഒന്ന് കറക്റ്റായിട്ട് കുറച്ച് ടൈം എടുക്കും. എന്നാ കാര്യം ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത്, എന്റെ കസ്റ്റമർ ആണല്ലോ GST കൊടുക്കുന്നത്. അതിന്റെ GST ഈസ് പെയ്ഡ്. നമ്മളാരും ഒരു പൈസ കൊടുക്കുന്നില്ല GST. എന്നാൽ നമ്മൾ എല്ലാവരും കൊടുക്കുന്നുണ്ട്, എല്ലാവരും കൊടുക്കുന്നുണ്ട് GST. നമ്മുടെ മാനുഫാക്ചർ കൊടുക്കുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന് ഇൻപുട്ടെന്നും ഔട്ട്പുട്ടെന്നും പല പേരിലും ഒക്കെ അറിയപ്പെടുന്നുണ്ട്. എൻഡ് ഓഫ് ദി ഡേ കസ്റ്റമർ ഇസ് ദ ഓൺലി പേഴ്സൺ ഹു ഇസ് ഗിവിംഗ് ദ GST. എത്ര ടൈം ലോസ് അല്ലേ എല്ലാരും കൊടുക്കുന്നത്. അവരുടെ അടുത്ത് മാത്രം ചെയ്താൽ പോലെ, അവര് മാത്രം ആ കോംപ്ലിക്കേഷൻ അനുഭവിച്ച പോലെ നമ്മളെല്ലാരും അനുഭവിക്കണം എന്നുള്ളതാണ്. അല്ല, അതൊരു വാലിഡ് പോയിന്റ് ആണ്. എന്ത് കഷ്ടപ്പാടാണ് ഈ GST ഫയൽ. ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരവുണ്ടോ? പറയാമോ എന്താണ് റീസൺ? എന്താണ് അതിന്റെ കാരണം എന്നൊന്ന് പറയാമോ? എനിക്കൊന്ന് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയായിരിക്കും. അതെ, എനിക്ക് തോന്നുന്നു ഇത് മൾട്ടിപ്പിൾ ലെവൽ ചെക്കിംഗ് ആണ്. പണ്ട് ഒക്കെ എനിക്ക് തോന്നുന്നു, ഞാൻ കേട്ടതാണ്, ഐ ഡോണ്ട് നോ, ഞാൻ ഇതിനെ പറ്റി അധികം ഒന്നും പോകുന്നില്ല. കാര്യം നമ്മുടെ ബേസിക് കാര്യങ്ങൾ പോലും തലയ്ക്കായിരുന്നില്ല. അതാണ്. അപ്പൊ ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ കുറെ വിത്തൗട്ട് ബില്ല് കാര്യങ്ങളൊക്കെ കുറെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ വിത്തൗട്ട് ബില്ല് ആണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് ഒരു രീതിയിൽ ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല, ഈ GST വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. വിത്ത് ബില്ലുണ്ടെങ്കിൽ മാത്രമേ GSTയുടെ അവർക്ക് ഫിഗർ കിട്ടൂ. അപ്പം എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ ലെവൽ ചെക്കിംഗ് ആണ്. അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പം, ഒരു സൂപ്പർ സ്റ്റോക്കിസ്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഇൻപുട്ട് അവിടെ കിടക്കുന്നത്, നമ്മൾ വിൽക്കുമ്പം ഒരു ഔട്ട്പുട്ട് വരുന്നത്. അപ്പം അടുത്ത പർച്ചേസ് ചെയ്യുന്നത്, ഇതെല്ലാം എവറിത്തിങ് ഇസ് ട്രാക്ക് ചെയ്യണം. അപ്പം എത്ര പ്രൊഡക്റ്റ്, അതായത് മാനുഫാക്ചർ ഫയൽ ചെയ്തത് സൂപ്പർ സ്റ്റോക്കിസ്റ്റ് വാലിഡേറ്റ് ചെയ്യുന്നു അത് കറക്റ്റ് ആയിരുന്നു എന്ന്. ഐ മീൻ അതായത് ആ എൻഡ് ഓഫ് ദി ഡേ ഇവര് ഓരോന്നും HSN കോഡ് വൈസ് അവർക്ക് അതിന്റെ ഡേറ്റ കിട്ടുന്നുണ്ട്. അപ്പൊ മാനുഫാക്ചർ വിറ്റതിന്റെ ഇത്രയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ അവിടുന്ന് വരുന്ന വാല്യൂ എങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ ഭയങ്കര വീക്ക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഞാൻ. ബട്ട് യു ക്യാൻ സീ ദാറ്റ് മൾട്ടിപ്പിൾ ലെവൽ ചെക്കിംഗ് ആണ് ഇവിടെ. അപ്പം പക്ഷെ വാട്ട് ഹാപ്പൻ, ദേ ആർ കോംപ്ലിക്കേറ്റഡ് ദ ഹോൾ പ്രോസസ് അല്ലേ. പക്ഷെ ഐ ഡോണ്ട് നോ, മേ ബി ദാറ്റ് ഈസ് ഗുഡ് ഫോർ ഓൾ ഓഫ് us or good for the government or അവിടെ ഏതെങ്കിലും സിസ്റ്റംസ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ ഈ നിങ്ങളുടെ ബിസിനസ് ഓപ്പറേഷൻ സ്മൂത്തർ ആക്കാൻ ഉള്ള ഏതെങ്കിലും സിസ്റ്റംസ് ഇൻ പ്ലേസ് ആണ്? നമ്മളിപ്പോ ടാലിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് we have to be very proficient with all the government laws, accounting. ഒരു businessman can only be a genuine businessman if he knows proper accounts and അതേപോലെ തന്നെ ഈ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിന് നോളജും വളരെ വ്യക്തമായി ഉണ്ടാവണം. കാര്യം ഈ സോഫ്റ്റ്വെയറിലാണ് പല പല റിപ്പോർട്ട്സ് ഉണ്ടാവുന്നത്. ചില റിപ്പോർട്ട്സ് നമുക്ക് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കിട്ടും, പല റിപ്പോർട്ട്സ് നമുക്ക് കസ്റ്റം മെയ്ഡ് ആക്കണം. അപ്പോൾ ആവശ്യമുള്ള റിപ്പോർട്ട് നമ്മൾ കസ്റ്റം മെയ്ഡ് ആക്കി ആദ്യം പോലെ തന്നെ അത് നമുക്ക് മേടിച്ചെടുക്കുക. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അണ്ടർസ്റ്റാൻഡിങ് സോഫ്റ്റ്വെയർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വാട്ട് ചേഞ്ചസ് യു നീഡ് ടു മേക്ക് ഇസ് ഓൾ very important points of the success of a company. Okay, Jakri, ഇപ്പോൾ നമ്മൾ will come towards end. ഇപ്പോൾ നമുക്ക് wind up ചെയ്യാം. So we'll go to that event that you're talking about. അല്ലേ? So I'll ask on that. കേട്ടോ. ഒന്ന് രണ്ട് കാര്യങ്ങളോട് വേറെ പറയാനുള്ളത്, നമ്മൾ ഈ നമ്മുടെയൊക്കെ ഒരു ഇൻഡസ്ട്രിയിൽ ഈ ലോജിസ്റ്റിക്സും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലോജിസ്റ്റിക്സിലും കുറേ എക്സ്പെൻസ് വരുന്നുണ്ട്. നമ്മളിപ്പം ഈ ചെറിയ മാർജിൻ ആയതുകൊണ്ട് ലോജിസ്റ്റിക്സിൽ ഇപ്പം നമുക്ക് യു ക്യാൻ ഹാവ് യുവർ ഓൺ വെഹിക്കിൾ. സംടൈംസ് യു ക്യാൻ ഔട്ട്സോഴ്സ് ദ വെഹിക്കിൾ. നമ്മൾ ഫ്രീലാൻസേഴ്സിന് യൂസ് ചെയ്യാം, ചിലപ്പം പാർസൽ സർവീസുകാരെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ കാര്യം ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ് വയബിലിറ്റി ഓഫ് എ ബിസിനസ്സിൻ്റെ നമുക്ക് നോക്കി വരുമ്പോഴേ. അപ്പോൾ ഏതാണ് ഏറ്റവും ഉത്തമം? നമ്മളൊക്കെ 2-3 വണ്ടി സ്വന്തമായിട്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഈ ഡ്രൈവേഴ്സിന് മാനേജ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വണ്ടിക്കാരെല്ലാം സെറ്റ് ചെയ്ത് വണ്ടിയിലെല്ലാം കയറ്റി വെക്കും, പിറ്റേ ദിവസം ആവാൻ പറ്റില്ല. ഇതൊക്കെയാണ് പ്രശ്നം. അതെ,
അതിന്റെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്താണെന്ന് അറിയുമോ, നമ്മുടെ ഇവിടെ ആൾക്കാർ ഈ ലേബേഴ്സ് എല്ലാം ഇവിടെ ആൾക്കാർ അവര് ഗൾഫിലൊക്കെ പോകുമ്പം അവര് വളരെ കൃത്യനിഷ്ഠതയോടെ എല്ലാം വർക്ക് ചെയ്യും. അതേപോലെ തന്നെയാണ് കേരളയിൽ ബീഹാരീസ് അല്ലെങ്കിൽ ജാർഖണ്ഡ് പുറത്തുനിന്ന് ആൾക്കാർ ഇവിടെ വരുമ്പം അവര് വളരെ കറക്റ്റായിട്ട് വർക്ക് ചെയ്തു പോകും. അതേസമയം ഇവിടുത്തെ ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ദ സെയിം തിങ് വിത്ത് എനി സ്റ്റേറ്റ് കേട്ടോ. ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിൽ പലപ്പോഴും പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചീപ്പ് ലേബർ അവൈലബിൾ ആണ്. പക്ഷെ വെദർ ഇറ്റ് ഇസ് തമിഴ്നാട്ടിലാണെങ്കിൽ തന്നെ അവിടുത്തെ ലോക്കൽ ആള് നമ്മൾ ജോലിക്ക് വിളിക്കുമ്പോഴേ അവര് വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്നായിരിക്കും അവന് സുഖമില്ലാണ്ടാവുന്നത്, അല്ലെങ്കിൽ അവന്റെ വൈഫിന് സുഖമില്ലാണ്ടാവുന്നത്, അല്ലെങ്കിൽ അവന്റെ പിള്ളേർക്ക് സുഖമില്ലാണ്ടാവുന്നത്, അല്ലെങ്കിൽ അവന്റെ ഏതെങ്കിലും ഒരു കസിൻ ബ്രദർ അല്ലെങ്കിൽ അങ്കിൾ ആന്റി, ഇതെല്ലാം ലീവ് എടുക്കാൻ നല്ല നല്ല കാരണങ്ങളാണ്. ഒരാള് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നോക്കുക വേണ്ട, 3 ദിവസം 4 ദിവസമൊക്കെയാണ് ലീവ്. കല്യാണം വരും. ഇപ്പൊ പിന്നെ നമുക്ക് ചെറിയ ചെറിയ ഇവന്റ്സും ആഘോഷങ്ങളാണ്. കുട്ടിയുടെ മാമോദിസം, അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടി, എന്താ പറയുന്ന എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വെച്ചിട്ട് ഐ മീൻ അവനുമായിട്ട് വലിയ കണക്ഷൻ ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും അവന് ലീവ് എടുക്കാൻ ഒരു കാരണം കല്യാണങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യണം. അതേസമയം അവനിപ്പം ബീഹാരിയാണ് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരാള് മരിച്ചാലോ അവിടെ ഒരാൾക്ക് സുഖമില്ലാണ്ടായാലോ ഇവിടുത്തെ ആൾക്ക് യാതൊരു പ്രശ്നമില്ല. അവൻ കുറച്ചു നേരം ഒരു അരമണിക്കൂർ വിഷമം ഉണ്ടാവും, പിന്നെ ഹീസ് ഓൾ ബാക്ക് ടു വർക്ക്. അതുകൊണ്ട് എപ്പോഴും പുറത്തുനിന്ന് ഒരാൾ വർക്ക് ചെയ്യുമ്പം വരുന്ന ഒരു എഫിഷ്യൻസി ഇതിൽ വരില്ല. ഞാൻ നേരത്തെ പറഞ്ഞ വണ്ടി നമ്മൾ മേടിച്ചു, ഈ വണ്ടിയുടെ ഡ്രൈവർ എപ്പം നോക്കിയാലും ലീവ്, അപ്പൊ പിന്നെ വണ്ടിക്ക് വയബിലിറ്റി ഇല്ല. രണ്ടാമത്തെന്ന് വെച്ചാല് ആ വണ്ടി നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്, ഇവന്റെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോ എപ്പം നോക്കിയാലും അതിൽ കംപ്ലൈന്റ് ആണ്. ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കും ആ വണ്ടിക്ക്. പെട്ടെന്ന് ഒരു ദിവസം ഇവനെ സംശയിച്ച് ഇവനെ നമ്മൾ പുറത്താക്കി, ആ നിൽക്കുന്ന നെപ്പിൾ തന്നെ പുറത്താക്കി. പിന്നെ ഇവൻ കാണിച്ച ബില്ലൊക്കെ എടുത്ത് നമ്മളൊന്ന് എൻക്വയറി നടത്തി. അപ്പൊ സർവീസ് ബില്ലൊക്കെ, അപ്പൊ സർവീസ് കടയിൽ പോയപ്പോ അവര് പറഞ്ഞു ഈ ബില്ല് നമ്മുടെയാണ്, പക്ഷെ ഈ എഴുതിയിരിക്കുന്നത് ഞങ്ങളല്ല. ദാറ്റ് മീൻസ് അവനിന്റെ ഇടയിൽ കയറി കുറെ കളിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ മനുഷ്യൻ ജീവിക്കാൻ നോക്കുമ്പോ ഇവൻ വന്ന് പയറ് പോലെ നമ്മള് ഭരിച്ചിട്ട് പോവാം. ഐ മീൻ ഇമാജിൻ വാട്ട്സ് ഹാപ്പനിങ്. ഇത് പറ്റ നമ്മുടെ മലയാള സിനിമയില് മോഹൻലാലിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, ഗൾഫ് മോട്ടോഴ്സ്. അതെ, ആ ഒരു എക്സ്പീരിയൻസ് കൂടെ പോയി. ആദ്യം നമ്മൾ വിചാരിച്ചത് ശ്രീനിവാസിന്റെ ഡയലോഗാണ് കറക്റ്റ് എന്ന്. ഈ ബുദ്ധിയൊന്നും നമുക്ക് നേരത്തെ തോന്നിയില്ലല്ലോ ദാസ. ഇപ്പൊ മോഹൻലാലിന്റെ ഡയലോഗാണ് തിരിച്ചു വരുന്നത്. അപ്പൊ ലേബർ ഫോഴ്സ് കുറെയൊക്കെ പുറത്തുനിന്ന് ഔട്ട്സൈഡ് കേരള എടുക്കാറുണ്ടോ? ഔട്ട്സൈഡ് കേരള എന്നുള്ള ലേബർ ഫോഴ്സ് യൂസ് ചെയ്യാറുണ്ടോ? ഇല്ല, നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ ഇതൊന്നും ചിന്തിച്ചിട്ടില്ല. ഞാനിപ്പം കുറച്ച് കാര്യങ്ങൾ അപ്പം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാല്, ഇങ്ങനെയൊക്കെ ഇഷ്യൂ വന്നപ്പം ഈ ഡ്രൈവേഴ്സൊക്കെ സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ കുറെ പാർസൽ സർവീസും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ബട്ട് അഗെയിൻ വി അഗെയിൻ കെയിം ബാക്ക് ടു ദ റിയലൈസേഷൻ ദാറ്റ് സ്വന്തം വണ്ടി ഇല്ലാന്നുണ്ടെങ്കിൽ അതിലും challenges ഉണ്ട്. അപ്പം we have to again go back to that same philosophy, we have to manage, we can't run away from managing people, അതാണ്. സോ ഇപ്പം ജക്രി, ഇപ്പം റമദാൻ അടുത്ത് വരുന്നു, അപ്പൊ അതായിട്ട് റിലേറ്റഡ് നിങ്ങളൊരു ഇവന്റ് നടത്തുന്നു എന്നത് മനസ്സിലാക്കുക, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? Thank you Vinod for putting this into this and helping me promote a big event of ours. അപ്പം നമ്മള് ബേസിക്കലി നമ്മുടെ പ്രൊഡക്ട്സ് എല്ലാം വിൽക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ത്രൂ ആണ്. എറണാകുളത്ത് നമ്മൾ റീറ്റെയിൽ ചാനൽസിലൊക്കെ വെക്കുന്നത്. നമ്മളെല്ലാം B2B സെയിൽ മാത്രമാണ് 99% നമ്മൾ ചെയ്യുന്നത്. പിന്നെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പേഴ്സണലി നമ്മൾ അങ്ങനെ ചെറിയ ചെറിയ B2C മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ കുറെ ഫാമിലി മെമ്പേഴ്സ്, ഫാമിലി കോണ്ടാക്ട്സ്, വേറെ കുറെ ഫ്രണ്ട്സ് കോണ്ടാക്ട്, വേറെ കുറെ നെറ്റ്വർക്ക്, കുറെ സർക്കിൾസ്, അങ്ങനെ കുറെ ആൾക്കാരൊക്കെ പരിചയമുണ്ട് നമുക്ക്. ഓക്കെ, അപ്പം വി വർ ജസ്റ്റ് തിങ്കിങ് എന്തുകൊണ്ട് പിന്നെ ആ മാടവന ആ ഭാഗത്തുള്ള കുറെ ആൾക്കാർ, ലോക്കൽ ആൾക്കാരൊക്കെ എന്തുകൊണ്ട് നമ്മുടെ അടുത്ത് വന്ന് മേടിച്ചുകൂടാ, നമുക്ക് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഒരു റീറ്റെയിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എത്രത്തോളം ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു B2C ഒരു ഓഫർ പോലെയാണ് കൂടുതലും വെച്ചിരിക്കുന്നത്. വേറെ പീപ്പിൾ ക്യാൻ വാക്ക് ഇൻ. നമ്മളെല്ലാം ഒരു 10-22 ബ്രാൻഡ് ഉണ്ട് FMCGയിൽ. അപ്പം ഓരോ ടേബിളിലും ഓരോ ബ്രാൻഡ് ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഒരു ബ്രാൻഡിങ് ഉണ്ടാവും. അത് അത്യാവശ്യത്തിന് നല്ല രീതിയിൽ അവിടെ ഒരു ഇവന്റ് പോലെ അവര് നടത്തുക. ആൻഡ്
കുറെ വലിയ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ടാവും. ഞാൻ പേരിപ്പോ പറയുന്നില്ല, അപ്ഡേറ്റിംഗ് ചെയ്യുന്നത്. അപ്പം കുറെ RJ അവരെ കുറെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ ആൾക്കാർ വരുന്നു, നമ്മുടെ പ്രോഡക്റ്റ് മനസ്സിലാക്കുന്നു, അവർ എത്രത്തോളം അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു, എത്രത്തോളം അവർ പർച്ചേസ് ചെയ്യുന്നു. കാര്യം നമ്മുടെ ഈവൻ കുറെ ബേസിക് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്. ലൈക്ക് ഈ ചായപ്പൊടി ഉണ്ട്, വിപ്രോയുടെ അരിപ്പൊടി, ചപ്പാത്തിപ്പൊടി, പത്തിരിപ്പൊടി, അങ്ങനത്തെ കുറെ ഫാസ്റ്റ് മൂവിങ് പ്രോഡക്ട്സ് ഉണ്ട്. പിന്നെ റൂഹബ്സ എന്ന് പറയുന്ന വലിയൊരു പ്രോഡക്റ്റ് ആണ്. ഈ നോമ്പ് റംസാൻ ടൈമിൽ ഭയങ്കര ബിഗ് സെല്ലറാണ്. അപ്പൊ അങ്ങനത്തെ കുറെ പ്രോഡക്ട്സ്, വെർമി സെല്ലി, സേമിയ. ഒരു പ്രോഡക്റ്റിനെ പറ്റി പറഞ്ഞായിരുന്നല്ലോ, ഹന്ന ജ്യൂസും ഇപ്പം ഓൾമോസ്റ്റ് ഫൈനലായി കിടക്കാണ് നെഗോഷിയേഷൻ. അപ്പം ബാംഗ്ലൂരിലെ ഏറ്റവും, നീ കണ്ടിരുന്നോ അത് സാധനം? അതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഐ ഹാവ് സീൻ ദിസ് ഇൻ ഓൾമോസ്റ്റ് ഓൾ ദി ഷോപ്സ്. ലോക്കൽ മെയ്ഡ് ആണ് അവിടുത്തെ. അപ്പം ആ പ്രോഡക്ട്സ് എല്ലാം വെച്ച് കുറെ ബിവറേജസ് ഉണ്ട്. അപ്പൊ ബിവറേജസും എല്ലാം വെച്ച് നമുക്കൊന്നൊരു ഡിസ്പ്ലേ ചെയ്യുന്നു, ആൾക്കാർ എത്രത്തോളം ഇത് ചെയ്യുന്നു. ഇഫ് ഇറ്റ് ഇസ് ഗോയിങ് ഗുഡ്, പീപ്പിൾ ആർ അട്രാക്റ്റഡ് ടു അവർ പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ വർഷവും റമദാൻ എക്സ്പോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നടത്താം. ഇപ്പൊ നമ്മള് റീറ്റെയിൽ എക്സ്പോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ കുറെ ബ്രാൻഡുകാർക്കും അവര് തന്നെ വന്നിട്ട് അവരുടെ പ്രോഡക്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. ചെറിയൊരു ചാർജ് ഉണ്ടാവും അവർക്ക്. അപ്പം ആൾക്കാർക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. എന്തായാലും നമ്മുടെ F2 പറ്റി കൂടുതൽ മനസ്സിലാക്കാനും പ്രോഡക്ട്സ് ഒക്കെ. അപ്പൊ നിങ്ങൾ എല്ലാവരും, നിങ്ങൾക്ക് ഞാൻ ഇട്ടുതരാം പ്രോഡക്റ്റ്, പരിപാടി ഡീറ്റെയിൽസ്. നിങ്ങളെല്ലാം വരണം, നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ അഡ്വർടൈസ് ചെയ്യണം. ടാൻഡം ഗ്രൂപ്പിൽ എന്തായാലും അഡ്വർടൈസ് ചെയ്യണം. എന്നിട്ട് മാക്സിമം ആൾക്കാരെ ഒന്ന് പുഷ് ചെയ്യണം അങ്ങോട്ടേക്ക്. ട്രിവാൻഡ്രത്ത് നിന്ന് കൊച്ചി വരെ വന്നിട്ട് നമ്മുടെ ഒരു എക്സ്പോ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത് ഒരു വമ്പൻ സംഭവമായിരിക്കും. നിങ്ങൾക്കൊക്കെ സംസാരിക്കാൻ ഒരു അവസരവും കിട്ടും അവിടെ. അതാണ് അധികം പൈസയും ആവുന്നില്ല. ഇപ്പം ഇത്ര നാൾ ബിസിനസ് ഒക്കെ ചെയ്തു, ഡു യു സ്റ്റിൽ തിങ്ക് ദാറ്റ് ഓക്കെ ഡൂയിങ് ബിസിനസ് ഇൻ കുവൈറ്റ് ആൻഡ് ഇന്ത്യ, ഏത് ചൂസ് ചെയ്യും? I will rather do India only. India തന്നെയാണ് നമ്മുടെ ഫ്യൂച്ചർ. മേ ബി മൈ നെക്സ്റ്റ് ജനറേഷൻ നമുക്ക് അത്യാവശ്യത്തിന് ഈ നെക്സ്റ്റ് ജനറേഷൻകാർ, if they are finding it good to be in Kuwait or in any other country and they are inviting me there, I will, that time we will take a call. But for now, ഇപ്പം എന്തായാലും പൊട്ടൻഷ്യൽ ഉണ്ട്. ഇന്ത്യൻ സിനാരിയോ തന്നെ ഒന്നും വേണ്ട, ഒന്ന് ആലോചിച്ച് നോക്കണേ. പോപ്പുലേഷൻ, ഇന്ത്യൻ പോപ്പുലേഷൻ തന്നെ ഒന്ന് ആലോചിക്കും. നമ്മുടെ ഈ പ്രൊഡക്ട് സെഗ്മെന്റിലൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ടത് ആൾക്കാരാണ്, നമ്പർ ഓഫ് പീപ്പിൾ ഹൂ കെൻ അപ്പം ഇന്ത്യൻ പോപ്പുലേഷൻ ഇസ് ബിഗ് ആൻഡ് റിയലി ഗുഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ക്രാക്കിംഗ്. ഫിനാൻഷ്യലി കുറച്ച് ടഫാണ് ഇവിടെ ജീവിക്കാൻ, അവിടെ കുറച്ചുകൂടെ കംഫർട്ട് സോണിലായിരുന്നു. ബട്ട് യെസ്, വി ഹാവ് ടു കം ടു ദ റിയാലിറ്റി. വാട്ട് ഈസ് യുവർ ടോപ്പ് സെല്ലിംഗ് പ്രോഡക്റ്റ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും നമ്മുടെ ടോപ്പ് സെല്ലിംഗ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീസണൽ പ്രോഡക്റ്റ് ആണ്, റൂഹബ്സ എന്ന് പറഞ്ഞിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, റംസാൻ ടൈമിൽ ആ പ്രോഡക്റ്റിന്റെ സെയിൽ ഭയങ്കര ഹ്യൂജ് ആണ്. ആ ഒരു മാസം ഒരു 2 കോടി രൂപയുടെയൊക്കെ ബിസിനസ് നടക്കും 1.5 മാസം കൊണ്ട്. പക്ഷെ ആ സാധനം ആ റംസാന്റെ മാസം കഴിഞ്ഞാൽ പിന്നെ ഒരു അനക്കം ഉണ്ടാവില്ല, അത് അവിടെ അങ്ങനെ തന്നെ കിടക്കും. ആ പ്രോഡക്റ്റിന്റെ ഒരു പിക്ക് അതാണ്. മനസ്സിലായി. പിന്നെ ഇപ്പൊ അറിയാലോ, ഇപ്പോഴത്തെ കറന്റ് ട്രെൻഡിൽ ഇപ്പൊ എല്ലാം ഓൺലൈൻ സെയിൽസ്, സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നുണ്ടല്ലോ. സോ അതിനോട് എങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും? എങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടോ, അതോ കണ്ടിന്യൂ ദ കോഴ്സ്? നമ്മള് അത്യാവശ്യത്തിന് ലിങ്ക്ഡിനിൽ ഞാൻ പറഞ്ഞ അത്യാവശ്യത്തിന് പോപ്പുലർ ആണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ അത്യാവശ്യത്തിന് പോപ്പുലർ ആണ്. നമ്മൾ ഈ ഇവന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും ഒന്ന് കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ വെച്ചിട്ട് ഈ കുറെ വീഡിയോസ് ഒക്കെ എടുക്കുക, എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മാക്സിമം കമ്മിങ് ഇതിൽ ചെയ്യുക. ആൻഡ് ഫ്യൂച്ചറിൽ ഓൺലൈൻ സെയിലൊക്കെ നമുക്ക് മൈൻഡിലുള്ള കാര്യങ്ങളാണ്. ഓൺലൈൻ സെയിൽ ഹാസ് ടു കം അറ്റ് സം പോയിന്റ് ഓഫ് ടൈം. അത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നിങ്ങളെപ്പോലുള്ള കുറെ IT വിദ്വാൻമാരാണ് നമുക്ക് പഠിപ്പിച്ചു തരേണ്ടത്. അപ്പം എനിക്ക് കറക്റ്റ് ആയിട്ടൊരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് അത് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് കിട്ടിയാൽ we will have to do it at some stage or the adapt to the changes. Yeah, definitely we have to adapt, no doubt about it. പിന്നെ ഇപ്പൊ ഇതുവരെ നമ്മൾ കുറെ ചാലഞ്ചസ് പറഞ്ഞല്ലോ, ഒരുപാട് പല ചാലഞ്ചസ്. പക്ഷെ നിന്റെ മനസ്സിൽ ഇപ്പോഴും വളരെ ബുദ്ധിമുട്ടായിട്ടല്ല, ഇതിനകത്ത് എല്ലാത്തിലും പിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബിഗസ്റ്റ് ചാലഞ്ച് ചെയ്യുന്നത്?
which you ഏറ്റവും biggest challenge അല്ലേ? which, Biggest challenge I will say it's the judiciary. നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ജുഡീഷ്യറിനോട് ആ പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ, നമുക്കത് അനുകൂലമായി കിട്ടണമെന്നില്ല. മനസ്സിലായി, ഫാസ്റ്റ് നമുക്കത് ഇഫ് ഇറ്റ് ഗോസ് ഔട്ട് ഓഫ് അവർ ഹാൻഡ് ഓൾസോ ഇറ്റ്സ് നോ പ്രോബ്ലം. പക്ഷെ നമുക്കൊരു ഡിസിഷൻ കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ ഇവനുമായിട്ട് വെറുതെ പോയി കണകുണ വർത്താനം വരേണ്ട ആവശ്യം. സിസ്റ്റം ഇല്ല, അതാണ് ഒരു അതാണ് നമുക്കൊരു പ്രശ്നം വന്നാല് ജുഡീഷ്യറിയിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അവന്റെ കയ്യിൽ ഓൾറെഡി കുറെ കോടിക്കണക്കിന് കേസുകൾ അവിടെ കിടക്കുന്നത്. ഇതിനിടയിലാണ് ഒരു ഏറ്റവും ഏരി വന്നിരിക്കുന്നത് മാറി നിൽക്കണമെന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, കമ്പനിയുടെ പേര് F2 ഫുഡ്സ്, അത് എന്തുകൊണ്ടാ പേര് ചൂസ് ചെയ്തത്? ഇത് എന്റെ ബ്രദറാണ് ഇതിന്റെ പ്രൊപ്രൈറ്റർ, ഫാറൂഖ് എന്ന് പറഞ്ഞു, ഫാറൂഖ് ഫാത്തിമ, അങ്ങനെയാണ് അതിന്റെ ഇത് ചെയ്യുന്നത്. അപ്പൊ ഞാനും അതിന്റെ അകത്ത് കുറെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ബേസിക്കലി ഇറ്റ്സ് എ പ്രൊപ്രൈറ്റർഷിപ്പ് ഫേം. ഞാനാണ് ഓപ്പറേഷൻസിൽ കുറെ ഇൻവോൾവ് ആണ് അതിന്റെ. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതെല്ലാം നമ്മൾ സംസാരിച്ചു, പല പല കാര്യങ്ങളും പല ചാലഞ്ചസും നമ്മുടെ ജേർണി എല്ലാം ചക്രിയ പറഞ്ഞു. Will you do the same thing over again if you had the choice, or will you make something വേറെ എവിടെയെങ്കിലും ഒരു ചേഞ്ച് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? സെയിം ബിസിനസ് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അപ്പം ലെറ്റ്സ് സേ കുവൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തു, വർക്ക് റിലേറ്റഡ് ബിസിനസ് എല്ലാം ചെയ്ത് ഇപ്പൊ നാട്ടിൽ ഇങ്ങനെ ബിസിനസ് ചെയ്തു. ഈ ഒരു ജേർണി ഇനിയും will you redo it again if you had the chance, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഞാൻ ഇങ്ങനെ ഇവിടെ മാറേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യേണ്ടതായിരുന്നു, അങ്ങനെ എന്തെങ്കിലും തോട്ട് ഉണ്ടോ? ആ തോട്ട്സ് ഒക്കെ നമുക്കൊക്കെ വരാറുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ചാലഞ്ചസ് ആണ് കൂടുതലും പറഞ്ഞത്, ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറച്ചാണ് പറഞ്ഞത്. അപ്പൊ എപ്പോഴും ആ ചിന്തകളൊക്കെ പലപ്പോഴും വരാറുണ്ട്. അപ്പം എൻഡ് ഓഫ് ദി ഡേ വി ആർ ഇൻ ടു ദിസ് ബിസിനസ്, വി ഹാവ് ടു ഗോ ഓൺ ദിസ് വേ ഓൺലി, വി ഹാവ് ടു ഹൗ വി കൻ ഇംപ്രൂവ് ഓൺ ദിസ് എന്നുള്ള ഒരു രീതിയിൽ ചിന്തിക്കുന്നതിലാണ് നമ്മുടെ സക്സസ് ഉള്ളത്. കാര്യം നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കും പല ആൾക്കാരും നമ്മളെ പറ്റി റേറ്റ് ചെയ്യുന്ന അങ്ങനെ ആയിരിക്കും. ഇപ്പം കുറച്ച് നാൾ അവിടെ, കുറച്ച് നേരം ഇവിടെ, അങ്ങനെയല്ല. വി നീഡ് ടു ഗോ സ്റ്റഡി, വി ആർ ഓൾറെഡി ട്രാക്ട് അവർ ലൈൻ നൗ വി ഹാവ് ടു ഗോ ഓൺ വിത്ത് വാട്ട് വി ആർ സോ അതിൻ്റെ അകത്ത് ചാലഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ how we find solutions to the problem and go into the next level എന്നുള്ളതാണ് അതിന്റെ ഒരു. അതിൽ നിങ്ങൾ പറഞ്ഞ ഏറ്റവും വലിയൊരു ഇതാണ് ഈ ജുഡീഷ്യറിനെ പോലെ ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സമനില തെറ്റിപ്പോകും എന്ന് പറയുന്ന ഇഷ്യൂസ് ആണ് ഇത്. നമുക്ക് പേയ്മെന്റിന്റെ അത് തന്നെ വലിയൊരു പ്രശ്നമാണ്. അത് ഐ ഡോണ്ട് നോ, അത് ഈ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ഒക്കെ എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ, പണ്ട് ആരും പറയുന്നുണ്ട് ഈ MSME പോലത്തെ ഇതിലൊക്കെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴേ അത്, പക്ഷെ നമുക്കൊക്കെ എത്രത്തോളം MSME രജിസ്ട്രേഷൻ അതിന്റെ കോംപ്ലിക്കേഷൻ ഒക്കെ ഒന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. സക്കറി ഒരു ക്വസ്റ്റ്യനും കൂടെ, അതായത് സക്കറി സർവീസ് ഇൻഡസ്ട്രിയിൽ നിന്നാണ് പ്രോഡക്റ്റ് സെയിൽസിലോട്ട് വന്നത്. അപ്പം സോ ഇപ്പോഴും ഏതാണ് ബെറ്റർ ആയിട്ട് യു ഫീൽ ലൈക്ക്, സർവീസ് ആണോ പ്രോഡക്റ്റ് ആണോ? ഇപ്പോഴും സർവീസ് ഇൻഡസ്ട്രി തന്നെയാണ് ഉള്ളത്. ആ ഒരു ചോദ്യവും ഈ ഒരു ചോദ്യം കൂടെ വരുമ്പോൾ തിരിച്ച് ഞാൻ ആ നേരത്തെ പറഞ്ഞ ഉത്തരത്തെ വയലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. സർവീസ് ഇൻഡസ്ട്രി ഇസ് ഓൾവേസ് സർവീസ് ഇൻഡസ്ട്രിയും ലൈഫ് ഈസ് ഈസി അല്ലേ, കുറച്ചും കൂടെ ലൈഫ് ഈസി എപ്പോഴും രണ്ട് രീതിയിൽ പറയാം. ഞാൻ ഇതേ ഒരു ടോക്ക് കഴിഞ്ഞ ദിവസം വിനോദിനോട് പറഞ്ഞപ്പം സർവീസ് ഇൻഡസ്ട്രി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ, എനി സർവീസ് ഇൻഡസ്ട്രി വിച്ച് ഇസ് നോട്ട് labor intensive, any kind of business you do, even if it is product sales, the more the labor involved in Kerala, the more you are inviting troubles. Service industry ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു വൈറ്റ് കോളേഡ് ആൾക്കാർ ഒന്ന് രണ്ടുപേര് നമ്മൾ കറക്റ്റ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു ഓർഗനൈസേഷൻ തന്നെ നടത്താൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പം പ്രോജക്ട്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു കാർപ്പൻറ്റർ, ഒരു മേസൺ, ഒരു ഇങ്ങനത്തെ കുറെ ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ യു ജസ്റ്റ് ഹാവ് ടു ടേക്ക് ദ ഗുഡ് കസ്റ്റമേഴ്സ്, ടേക്ക് ദ ജോബ്സ് ആൻഡ് അസോസിയേറ്റ് വിത്ത് ദ കറക്റ്റ് പീപ്പിൾ. അവര് കുറച്ച് ആൾക്കാർ നന്നായാൽ മതി. അവരുടെ ലേബർ ടീം മുഴുവൻ നല്ല അല്ലെങ്കിൽ അവർ കുളവാക്കിയാലും ദ മെയിൻ ഗൈ വിൽ ബി ഗുഡ് ഇനഫ് ടു സോൾവ് ദ പ്രോബ്ലം. അങ്ങനത്തെ ഒരു ടീം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ that's good. The more you go into labor intensive thing, the more you are inviting trouble. But only if you go into a bigger level you get more money. അങ്ങനെ ഇല്ല കേട്ടോ. ആക്ച്വലി again ഞാൻ അതാ പറയുന്നത്. I want to differ you on that point. Service industry AI easily kill ചെയ്യുന്ന ഒരു സെക്ടറാണ്.
അതെ അതെ. ഫ്യൂച്ചറിൽ അത് പിന്നെയും പ്രശ്നങ്ങളാവും നീ പറഞ്ഞ പോലെ. മേ ബി ലൈക്ക് ഇപ്പോഴും എന്നെ പോലുള്ള ആൾക്കാർക്ക് ടെക് സേവി അല്ലാത്ത കുറച്ച് ആൾക്കാർ ഇപ്പോഴും കുറെ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് FMCG ഇൻഡസ്ട്രിയിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഇതൊക്കെ റൺ ചെയ്യുന്ന ആൾക്കാരൊന്നും എല്ലാവരും അധികം ടെക് സേവി ആവണമെന്നില്ല. ഇപ്പം ഹാർഡ്വെയർ ബിസിനസ്, ഞങ്ങൾക്കൊരു ഹാർഡ്വെയർ ബിസിനസ് ഉണ്ട്. അതിൻ്റെ അത് നമുക്ക് ഡോർ ലോക്ക്, ഡോർ ഹിഞ്ചസ്, അങ്ങനത്തെ കുറെ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ കൂടുതലും അവര് വ്യത്യസ്തമായി അവർക്ക് ചിന്തിക്കാൻ നേരവും ഇല്ല, സമയമില്ല. നോ, അപ്പം പക്ഷെ നിങ്ങൾക്ക് കുറച്ച് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളൊരു റിയാലിറ്റി അവർ മനസ്സിലാക്കുന്നില്ല. അത് ഞാൻ ഉൾപ്പെടെ മനസ്സിലാക്കുന്നില്ല. ഞാനൊക്കെ കുറച്ച് ടെക്നോളജിയിൽ വീക്കാണ്. കൂടുതൽ ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭാര്യയോട് ഒക്കെ നീ അത് ചെയ്യും, ഞാനിത് ചെയ്യും. അപ്പം അങ്ങനെ ടെക്നോളജി വരുമ്പോൾ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാനാണ് അപ്പം എന്ത് ചേഞ്ചസ് വന്നാലും ഞാൻ നോക്കിയിട്ടുള്ള 3 സെക്ടർ എപ്പോഴും ഒരിക്കലും ഡൗൺ ആവാത്തതാണ്. വെപ്പൻസ് ഇൻഡസ്ട്രി എപ്പോഴും എവിടെയെങ്കിലും കടി ഉണ്ടാകും, വെപ്പൻസ് വേണം, മരുന്ന് വേണം, മെഡിസിൻ, ഫാർമസ്യൂട്ടിക്കൽസ്, ഓൾവേസ് ഫുഡ്. ഈ 3 ഇൻഡസ്ട്രി എപ്പോഴും മനുഷ്യർക്ക് വേണം. എന്തൊക്കെ ടെക്നോളജി അഡ്വാൻസസ് വന്നെന്ന് പറഞ്ഞാലും. പക്ഷെ വേറെ ഏത് സെക്ടർ എടുത്താലും അവിടെ പല പല രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. Yeah. So anyway, thank you so much for today. നമ്മുടെ ജക്രി വന്നിട്ട് ഷെയർ ചെയ്തു his experience and everything. Anything closing remarks, Arun? No, I'm done. Thank you, Zakaria. Thank you for your time. Vinod and Arun, really it was a pleasure to be with you guys. I really enjoyed it. Any advice for future people to start business in Kerala? പലരും പറയുന്നു കേരളത്തിൽ ചെയ്യില്ലെന്ന് പറയുന്നവർക്കുള്ള ഒരു അഡ്വൈസ്. അവരോട് ഞാൻ പറയാ ചെയ്യില്ലേ എന്നല്ല. കാര്യം എന്ന് വെച്ചാല് ഇഫ് യു ആർ ഓൾറെഡി ഹിയർ, യു ഹാവ് ടു ഗോ വിത്ത് ഇറ്റ്, യുനോ. അല്ല യു ആർ ഇൻ സം അതർ കൺട്രി. ഞാനിപ്പം പറയുന്നത് ഇഫ് യു തിങ്ക് ഔട്ട്സൈഡ് ഇന്ത്യ ഇസ് ബെറ്റർ ഫോർ യു ആൻഡ് യുനോ, പണ്ട് പറഞ്ഞോളെ ഗൾഫിലാണെങ്കിൽ ആൾക്കാർ തിരിച്ചു വരും. ഇവിടെ തിരിച്ചു വരണോ എന്നുള്ള ഒരു നിർബന്ധം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയാണ് ഇപ്പം. കാരണം വെച്ചാല് ഇവിടെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ജുഡീഷ്യറി ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. അത് സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ധൈര്യത്തിലാണ് ഇവിടെ ബിസിനസ് ചെയ്യാൻ. ക്രെഡിറ്റ് കൊടുക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. ക്രെഡിറ്റ് ബിസിനസ്സിൽ ഒരു ഇതുണ്ട്. പക്ഷെ ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് നമ്മള് അൺഫോർച്ചുനേറ്റ്ലി ഇൻ ദ എൻഡ് ഓഫ് ദി ഡേ വാട്ട് യു ഡു, കാശ് കിട്ടാത്ത ആൾക്കാരത്ത് പോയി ചേട്ടാ ചക്കരയെ മാറേ ആ കാശ് ഒന്നതാ സാറേ അങ്ങനെ പറയേണ്ട ഗതിയാണ്. വിച്ച് ഇസ് ഡസന്റ് മേക്ക് എനി സെൻസ് ആക്ച്വലി. പക്ഷെ യു ഹാവ് ടു സേ. അല്ല നമ്മൾ എന്തെങ്കിലും ദേഷ്യത്തിൽ സംസാരിച്ചാൽ അത് മതി, നീ നിനക്ക് ഞാൻ തരണമെന്ന് വിചാരിച്ചത് എനിക്ക് തരുള്ളൂ. അതൊക്കെയാണ് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം എല്ലാം ഒന്ന് ഫാസ്റ്റ് ട്രാക്ക് ആയി എല്ലാവർക്കും ബിസിനസ് ഫ്യൂച്ചർ നല്ലപോലെ ചെയ്യാനുള്ള സാഹചര്യം വരട്ടെ വിഷ് ചെയ്യാം. ആൻഡ് താങ്ക് യു സോ മച്ച് ജക്രിയ ഫോർ ടുഡേ. And everyone please like, subscribe, പിന്നെ എല്ലാവരും ഷെയർ ചെയ്യുക. Yeah, and don't forget to come for the event and give my 31st of January and 1st of February at our own premises in Madavana, Panangath. F2 Foods. Thank you. Signing off. Details will be there in this video. Thank you so much. Thank you. Thank you.